ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് മനസ്സിൽ എനിക്കറിയണില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. ഭഗവാന്റെ അപാരമായിട്ടുള്ള ആ കാരുണ്യം ഇപ്പോൾ എത്ര തവണയായി ഇവിടെ വരണേന്നൊന്നും ചോദിച്ചാൽ എനിക്കൊന്നും അറിയണില്ല. ഒന്നും അങ്ങനെ മനസ്സിൽ നിന്നറിയില്ല. ഓരോ തവണയും ഭഗവാന്റെ കാരുണ്യമാണ്. ആദ്യത്തെ തവണ ഭഗവാന്റെ കഥ പറയാൻ കുറൂരമ്മയുടെ കഥ, അത് ഒരുപാട് ചെറുപ്പത്തിലേ തൊട്ടിട്ട് തന്നെ ഒരുപാട് എന്നെ സ്വാധീനിച്ചതാണ് കുറൂരമ്മ. അപ്പോൾ ആ കുറൂരമ്മയുടെ ആ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ തന്നെ ഭഗവാനെ കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് എപ്പോഴും കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ എന്നുള്ള ആ ഒരു ശ്ലോകം എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കാറുള്ള കുറൂരമ്മ കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴേ തൊട്ടിട്ട് ആ നാമായിരുന്നു നാവിലെന്നൊക്കെ കേട്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കുറൂരമ്മയുടെ. പക്ഷേ അത്യത്ഭുതമായിട്ട് ആണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചിട്ട് കേട്ടതും അറിഞ്ഞതും. ഞങ്ങളുടെ അവിടെ കോഴിക്കോട് താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു സപ്താഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മുരളീധരൻ അദ്ദേഹം വന്നപ്പോൾ, സ്വാമി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വായിക്കാനായിട്ട് വന്ന് അവിടുന്ന് ഒരു കഷ്ണം നോട്ടീസിലാണ് ഇങ്ങനെ ഈ ക്ഷേത്രത്തെ പറ്റിയിട്ട് അറിഞ്ഞത്. അന്ന് ഈ ഒന്നും ആയിട്ടില്ല, ആ പുനരുദ്ധാരണമൊന്നും ആയിട്ടില്ല. അത് തുടങ്ങിയ ഉടനെയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ആ ഉള്ളിൽ മാത്രം ആ പ്രതിഷ്ഠ നടന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞ് അദ്ദേഹം ധാരാളം പറഞ്ഞ് കൊതിപ്പിച്ചപ്പോൾ അന്ന് തൊട്ടത്തെ വരണം എന്ന് ആഗ്രഹിച്ചൊരു ക്ഷേത്രം. പിന്നീട് ഒരുപാട് പേരുടെ പറഞ്ഞിട്ട് ആ വൈഖരിയായിട്ടും അതുപോലെ ഓരോന്നിങ്ങനെ കൊതി കൊണ്ട് വായിച്ച് ഓരോരുത്തരുടെയും പുസ്തകങ്ങൾ വായിച്ചിട്ടും പലരും അറിഞ്ഞ് കുറൂരമ്മ അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ആ കഥ പറയാനുള്ളൊരു കൊതി കൊണ്ട് ആണ് വന്നത്. ആദ്യത്തെ തവണ വരുമ്പോൾ മനസ്സ് നിറച്ച് ഏത് ഭാഗമാണ് ആദ്യം പറയണ്ടേ എന്നുള്ള കൊതിയോട് കൂടിയിട്ടാണ് ഇവിടെ വന്ന് ആ കുറൂരമ്മയുടെയും കണ്ണൻ്റെയും ലീലകൾ പറയാൻ ആരംഭിച്ച് അങ്ങനെ കൊതിച്ചിട്ട് വന്നതാണ്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് നല്ല മഴ, ഇരുട്ട്, കറണ്ടൊക്കെ പോയി. കുറച്ച് പേര് മാത്രം ആ നടയിലിരുന്ന് പറഞ്ഞത്, ആ ഭഗവാന്റെ മുമ്പിലിരുന്ന് കൊതി കൊണ്ട് കണ്ണ് നിറഞ്ഞ് പറഞ്ഞ് ആ രംഗങ്ങൾ ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നെ ഇവിടെ ഒരു തവണയെങ്കിലും വന്ന് കഥ പറയണമെന്ന് കൊതിച്ചു. പിന്നെ ഇതുവരെ എല്ലാ വർഷവും ഭഗവാൻ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് കഥ പറയണമെന്ന് കൊതിച്ച് മനസ്സ് നിറച്ചു വന്ന എനിക്ക് ഇന്ന് ഇവിടെ വരുമ്പോൾ, ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് മനസ്സ് ബ്ലാങ്കായിരുന്നു. എന്താ പറയണ്ടതെന്ന് എനിക്കൊന്നും അറിയണില്ല. എന്ത് പറയാൻ? ആ വൈഭവം അടുത്തറിയും തോറും എന്ത് പറയാൻ? ഭഗവാന്റെ വൈഭവം, ഭക്തരുടെ വൈഭവം, അമ്മയുടെ വൈഭവം അടുത്തറിയുന്നവർ ഒന്നും പറയാൻ പറ്റുന്നില്ല.
എന്താ ഭഗവാനെ, ഞാനിപ്പോൾ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോഴും ചോദിച്ചു, എന്താ ഭഗവാനെ, അവിടുന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ ഉള്ളിലിരുന്ന് പറഞ്ഞോളൂ, കേൾക്കുന്നവരുടെ ഉള്ളിലിരുന്ന് സന്തോഷിച്ചോളൂ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ണിക്കണ്ണൻ തന്നെയാണ് നിങ്ങളോട് പറയണത്. അറിയില്ല, ഇതുപോലെ മനസ്സ് ബ്ലാങ്കായിട്ടുള്ളൊരു അവസ്ഥ അറിയില്ല. അപ്പോൾ കുറച്ച് നാമം ജപിച്ചു കഴിഞ്ഞാൽ ആ നാമിയായിട്ട് ഭഗവാനുള്ളിലിരുന്നിട്ട് പറയിപ്പിക്കും, എന്തെങ്കിലും പറയും എന്നുള്ള ഒരു അങ്ങനെയാണ് ഭഗവാൻ. കാരണം ഭഗവാൻ കൈവിടില്ലല്ലോ. ശരിക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അതിന് മുമ്പ് എന്ന് വെച്ചാൽ ഇല്ല, അത്രയും കൊതിയോട് കൂടിയിട്ടാണ്. പക്ഷെ ഇത് അറിയണില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കണത്. എന്തായാലും നമുക്ക് കുറച്ച് നാമം ജപിച്ചിട്ട് അങ്ങോട്ട് ആരംഭിക്കാം. അപ്പോൾ ഭഗവാൻ ആ നാമിയായിട്ട് ഉള്ളിലിരുന്ന് ഭഗവാൻ നമ്മളെ പറഞ്ഞ് അനുഗ്രഹിക്കട്ടെ, ഓരോരുത്തരുടെയും ഹൃദയത്തിലിരുന്ന് ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഇവിടുത്തെ സത്സംഗം കാണണം, നേരിട്ട് വന്ന് കാണാനും കേൾക്കാനും കൊതിച്ച് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പാദത്തിൽ നമസ്കരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങളെയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കണേന്ന് അമ്മ പറയണം കേട്ടോ കണ്ണനോട് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പാദത്തിൽ വീണ് നമസ്കരിക്കണോ. കാരണം ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ചാൽ ആ ഉണ്ണിക്കണ്ണൻ അത്രയും ഭക്തവാത്സല്യം, ഇത്രയ്ക്കൊരു ഭക്തവാത്സല്യം വേറെ ആർക്കാന്ന് ചോദിച്ചാൽ അത് ആ പൊന്നുഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ. ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ അത്രയ്ക്ക് വാത്സല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ എല്ലാ ഈശ്വരഭാവത്തിനും അങ്ങനെയുണ്ട്. പക്ഷെ നമുക്ക് അനുഭവിക്കാൻ അല്ലേ, നമുക്കുണ്ടല്ലോ ചില കാര്യങ്ങൾ പറയാനായിട്ട്. കുട്ടികളൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യുക, അമ്മയുടെ അടുത്ത് ചെന്ന് പറയാം അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുക. അത്രയ്ക്ക് തന്നെ അച്ഛനോട് ഇഷ്ടമില്ലാണ്ടോ അച്ഛന് ഇഷ്ടമില്ലാണ്ടോ അല്ല, അച്ഛൻ്റെ അടുത്ത് പറയാൻ അവർക്കൊരു ഇത്തിരി മടിയാണ്. അങ്ങനെ ഉള്ള നമുക്ക് അമ്മമാരോട് പറയാമെന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കുട്ടികളോട് നമ്മുടെ മക്കളോട് പറയണ പോലെ എന്നുള്ള പോലെ ആ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് അതുപോലെയാണ് ഗുരുവായൂരപ്പൻ ആരെ എവിടെ എങ്ങനെ വിളിച്ചാലും എത്തിപ്പെടുക എന്നുള്ളതാണ്. ക്രൂരമ്മയുടെ കൂടെ ഗുരുവായൂരപ്പൻ ഇവിടേക്ക് വന്ന പോലെ എത്രയോ ഇപ്പം ഞങ്ങൾ ആദ്യം ഈ ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഈ ശരിക്കും കോഴിക്കോടായിരിക്കുമ്പോൾ അവിടെ അടുത്തുള്ള 1-2 ക്ഷേത്രങ്ങളിൽ പോയിട്ട് സത്സംഗത്തിന് എന്തെങ്കിലും കഥ പറയാമെന്നുള്ളതേ ഉള്ളൂ. അത് ശരിക്കും ഒരുപാട് പേരിലേക്ക് ആ കഥ പറയാൻ കാരണം കോവിഡ് കാലത്ത് ഉള്ള സത്സംഗങ്ങളാണ്. അപ്പോൾ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടുന്നാണ് ആദ്യമായിട്ട് ധാരാളം കഥകൾ പറയാൻ അവരുടെ ഒരു
ഫേസ്ബുക്ക് ചാനലിലൂടെയാണ് തുടങ്ങിയത്. അപ്പോൾ അവിടുത്തെ ആ കഥ അവിടെയുള്ളവരെ അനുസ്മരിച്ച് കേട്ടത്, അവിടെ ഒരു എന്തോ ഒന്നിൻ്റെ ഒരു ഉപദ്രവം കൊണ്ട് എല്ലാവർക്കും മാടനോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഇതിൻ്റെ ഉപദ്രവമാണ്. ആർക്കും പകൽ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായപ്പോൾ അവിടുന്ന് ഒരു സ്വാമി ഒരു തിരുമേനി മുത്തശ്ശൻ ഗുരുവായൂർ അപ്പൻ്റെ ഗുരുവായൂരപ്പൻ്റെ അത്രയും സ്നേഹനിധി, അത്രയും മനസ്സിൽ ആ ഗുരുവായൂരപ്പനെ വെച്ചിട്ട് അത്രയും പ്രേമഭക്തിയായിരുന്നു ആ ഭഗവാനോട്. തൻ്റെ മകനെ പോലെയായിരുന്നു ഭഗവാൻ. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിനത് സഹിക്കാൻ സാധിക്കാതെ കണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വന്നു. പൂജ സമയമായിരുന്നു അത്രേ ഗുരുവായൂരപ്പന്. അവിടെ പറഞ്ഞ് കണ്ണാ, ഈ അറിഞ്ഞൂടെ ഞങ്ങളുടെ നാട്ടിലത്തെ അവസ്ഥ, ഒന്ന് എൻ്റെ കൂടെ വരുമോ, ഞങ്ങളുടെ നാടിനെ ഒന്ന് രക്ഷിക്കുമോ എന്ന് അദ്ദേഹം വിളിച്ചു. വിളിച്ചപ്പോൾ വിളിക്കാൻ ആരെങ്കിലും ഒരാൾ വിളിക്കാൻ കാത്തിരിക്കുക കണ്ണൻ അവരുടെ കൂടെ പോവാൻ. അപ്പോൾ വേഗം അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഇത്രേ. അവിടെ പോയി കഴിഞ്ഞിട്ട് അങ്ങനെ ആ നാട്ടിലുള്ള ആ ബാധയൊക്കെ ഇല്ലാണ്ടാക്കിയ നാട്ടുകാർക്ക് നിത്യസംരക്ഷണമായിട്ട് ഗുരുവായൂരപ്പൻ തന്നെയാണ് അവിടെ ഉളനാട് ഉണ്ണിക്കണ്ണനായിട്ട് നിൽക്കണേന്ന് പറഞ്ഞു. അതുപോലെ കുറൂരമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ നിൽക്കണത്. ഇതേ ഗുരുവായൂരപ്പൻ തന്നെയാണ് കുറൂരമ്മയുടെ കണ്ണനായിട്ട് കുട്ടൻകുളങ്ങരയിൽ നിൽക്കണത്. അപ്പോൾ എല്ലാ ദിക്കിലും ഒന്ന് തന്നെയാണ് ഭഗവാൻ. ആര് ഏതേത് ഭാവത്തിൽ വിളിച്ചാലും അവരുടെ കൂടെ ഓടി ചെല്ലുക. അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. വൃന്ദാവനത്തിലേക്ക് ധാരാളം പോകാനായിട്ട് ഭഗവാൻ ഒരനുഗ്രഹം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ പോലെയാണ്. അവിടുത്തെ ആ ഒരു എല്ലാവരും നമ്മളൊക്കെ എങ്ങനെയാണോ ഗുരുവായൂരപ്പൻ അതുപോലെയാണ് അവിടെ. ആ ക്ഷേത്രത്തിലെ ബാങ്കെ ബിഹാരി എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. ബാങ്കെ ബിഹാരി എന്ന് വിചാരിച്ചാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആനന്ദം പകർന്നുകൊണ്ടിരിക്കുന്ന കണ്ണനാണ്. രാസോത്സവം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന കണ്ണനായിട്ടാണ്. അതായത് രാസക്രീഡയിൽ ആനന്ദം അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു രാസക്രീഡയ്ക്ക് ശേഷം ആനന്ദത്തോടുകൂടി നിൽക്കുന്ന കണ്ണനാണ് അവിടെ. ആ കണ്ണൻ അത്രയും അത്യന്ത സുന്ദരനാണ് അത്രേ. ആ ഗോപികമാർ പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോൾ ആ സാക്ഷാൽ മന്മഥ എന്നുള്ള ഭാവത്തിലാണ് കണ്ണനവിടെ നിൽക്കണേ. ആര് കണ്ടാലും കൊതിച്ചു പോണ കണ്ണനാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തൊഴാനൊന്നും സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെന്നൊന്ന് എങ്ങനെയുണ്ട് വിഗ്രഹം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒന്നിങ്ങനെ കണ്ടുവരുമ്പോഴേക്കും അവിടെ അങ്ങോട്ട് തിരശ്ശീലിട്ടിട്ട് മൂടും. പിന്നെ ആ കണ്ട ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അടുത്ത ആൾക്കാർ വന്ന് നിന്നിട്ട് പിന്നെയാണ് തിരശ്ശീല നീക്കുക. അപ്പോൾ അവർ അവിടെ നിൽക്കണവർ നടയിൽ നിൽക്കണവരൊന്ന് കണ്ടു, ഭഗവാനെ ഒന്ന് കണ്ടു എന്നേ ആവുള്ളൂ. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് മാറും എന്ന് പറയണമെന്നേ ഉള്ളൂ. മറ്റത് അങ്ങനെ പറയില്ല, തിരശ്ശേരിട്ട് മൂടുകയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിത്രേ. ആ ഭഗവാന്റെ സൗന്ദര്യം കണ്ടാൽ മോഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ ആ ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് മോഹിച്ചിട്ട് ഭഗവാനോട് ഒരു രാജകുമാരി കൂടെ പോരുണ്ടോ എന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു വേഗം കൂടെ പോയിത്രേ. പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കടന്നു നോക്കിയപ്പോൾ അവിടുത്തെ പണ്ഡിറ്റ്ജിക്ക് മനസ്സിലായി ആ ചൈതന്യം അവിടെ ഇല്ലയെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഉപാസനയുള്ള ആളാണ്. അദ്ദേഹം നോക്കുമ്പോണ്ട് ഇവരുടെ ആ കാളവണ്ടിയുടെ പുറകിൽ കാലൊക്കെ പുറത്തേക്കിട്ട് കാലാട്ടിക്കൊണ്ട് സന്തോഷമായിട്ട് ആ രാജകുമാരിയുടെ കൂടെ പോണത് കാണുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ ആ ഭഗവാനെ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഇത്ര കുട്ടികൾ ഇപ്പോൾ ഉണ്ടല്ലോ, ആര് വിളിച്ചാലും കൂടെ പോണ ഒരു ഉണ്ണി. അങ്ങനെയാണ് ഗുരുവായൂർ, അങ്ങനെയാണ് ഭഗവാൻ കണ്ണൻ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ. അപ്പം എല്ലാ ദിക്കിലും ഭഗവാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. ആരാണോ പരമപ്രേമത്തോടു കൂടിയിട്ട് വിളിക്കണത് അവരുടെ അടുത്തേക്ക് ഭഗവാൻ എത്തും. അപ്പോൾ ആ ഒരു വാത്സല്യം ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ. ആ ഗുരുവായൂരപ്പൻ പല ഭാവത്തിൽ പല രൂപത്തിൽ പല ദിക്കിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ അതാ സുലഭമായിട്ട് നമ്മൾ എത്രയോ നേരം ക്യൂ നിന്ന് അവിടെ ചെന്ന് കണ്ടില്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് തള്ളി മാറ്റുമ്പോൾ കണ്ണൻ പറയണു, ഞാൻ ഇതാ അവിടെ ഉണ്ട്, ഈ ഗുരുരമ്മയുടെ അടുത്ത് ഇവിടെയാണ്, ഇവിടെ ഉള്ളിടത്തോളം എന്നെ സുലഭമായിട്ട് കാണാൻ പറ്റില്ല. അമ്മമാർക്കൊക്കെ വേണ്ടി ഞാനിതാ അവിടെ നിൽക്കണ്ട, എവിടെയും പോകണ്ട, ഇങ്ങോട്ട് വന്നോളൂ, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണൻ സന്തോഷത്തോട് കൂടിയിട്ട്
നമ്മളൊക്കെ ആര് വിളിച്ചാലും നമ്മുടെ കൂടെ വരാൻ തയ്യാറായിക്കൊണ്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ ആനന്ദം നിറയ്ക്കാനായിക്കൊണ്ട് ആ കണ്ണൻ ഇവിടെ അതിസുന്ദരനായിട്ട് വിലസണു. അതേ കണ്ണനെ എത്രയോ കാലം ഇവിടെ പൂജ ചെയ്ത്, ഇവിടെ ക്ഷേത്രം ഉണ്ടായ കാലം തൊട്ടേ പൂജ ചെയ്തതാണ് നമ്മളെ തിരുമേനി. അദ്ദേഹത്തിൻ്റെ അവിടെ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അവർ രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഇതേ ഭഗവാനെ തന്നെ അവിടെ സുലഭമായിട്ട് കണ്ടിട്ട് അവിടെ പൂജിക്കാൻ പറ്റിയെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കും. അദ്ദേഹം പറയും എനിക്കങ്ങനെ അവിടെ ഒരു പ്രത്യേകത തോന്നിയില്ല, ഇവിടുത്തെ അതേ ഭാവം തന്നെയാണ്. പക്ഷേ നമ്മൾക്കൊക്കെ തോന്നും അവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടത്തേക്കാളെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാ ദിക്കിലും ഒരുപോലെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് നിയോഗിക്കുകയാണ്. അപ്പോൾ അതേ ചൈതന്യം തന്നെയാണ് ഇവിടെയും വിലസുന്നത് അതിമനോഹരമായിട്ട്. ഇവിടെ ആ കുറൂരമ്മയുടെ ആ ഇല്ലം ഇരുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം എന്നൊക്കെയാണ് ഇവിടെ അപ്പോൾ പറഞ്ഞത്. ഇവിടെ ഞാൻ ആ കുറൂരമ്മയുടെ കഥയൊക്കെ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ഒരുപാട് അറിയാനൊക്കെ ഇഷ്ടമായിട്ട് അത്രയും അറിഞ്ഞു. അപ്പോൾ അറിയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയേക്കണ കഥ എന്താ, കുറൂരമ്മ ദുഃഖിച്ച് ദുഃഖത്തിൽ ആറാടിക്കൊണ്ട് കണ്ണുനീരും കയ്യുമായിട്ട് കഴിഞ്ഞൊരു കുറൂരമ്മ സീരിയൽ കാണുകയായാലും കഥകൾ പറയുകയായാലും അങ്ങനെയാണ്. പക്ഷേ അതൊക്കെ നമ്മളെപ്പോലെ ലൗകിക ദൃഷ്ടിയോട് നോക്കണവർക്ക് മാത്രമാണ് കുറൂരമ്മയ്ക്ക് അങ്ങനെ ഒരു ദുഃഖം ഉണ്ടായിട്ടുള്ളൂ. കുറൂരമ്മയ്ക്ക് ഇതൊന്നും ബാധിച്ചിട്ടില്ല. ആ ഒരു ബോധം വരുത്തുന്ന ശരിക്കും ഒരു കുഞ്ഞായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോധം ഉണ്ടാവില്ല, നമുക്കൊരു ബോധം ഉണ്ടാവില്ല. 5 വയസ്സ് തൊട്ട് 6 വയസ്സ് തൊട്ടിട്ടൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവണ കാലം. ആ കാലത്തൊക്കെ ആവും ചിലപ്പോൾ നമുക്ക് ആ കാലം തൊട്ട് എനിക്ക് ഭഗവാനോട് ഇഷ്ടമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറൂരമ്മയ്ക്ക് ആ കൊച്ചു ഗൗരിയായിട്ട് കുഞ്ഞതായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിനെ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് കരയും. അപ്പോൾ എന്തിനാ കരയണേന്ന് ചിലപ്പോൾ അമ്മമാർക്ക് പോലും അറിയില്ല. എന്തിനാ ഈ കുട്ടി കരയണേന്ന് കുറേ പാട്ട് പാടി നോക്കും, കുറേ അമ്മിഞ്ഞ കൊടുത്ത് നോക്കും. പക്ഷേ കുട്ടിയുടെ കരച്ചിൽ നിർത്തണില്ല എന്നുള്ള ഒരവസ്ഥയിൽ കരയും. പക്ഷെ ആ സമയത്തൊക്കെ അവിടെ ആ തേവാരപ്പുരയിൽ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ അവിടെ ആ തേവാരപ്പുരയിൽ കൊണ്ടുപോയി കിടത്തിയാൽ ഈ കുട്ടി സുഖമായിട്ട് കിടക്കും, ഇത്ര കരയില്ല എന്നാണ് പറയണത്. അപ്പോൾ നല്ല സന്തോഷമായിട്ട് കിടക്കും, ശാന്തമായിട്ട് കിടക്കും. പിന്നെ മുട്ടുകുത്തി എഴയണ പ്രായത്തൊക്കെ ആകുമ്പോൾ അവിടെ തേവാരപ്പുരയിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ ആ ഭഗവാന്റെ ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ഇത് വേറെ എവിടേക്കും ഇല്ല, ലക്ഷ്യം നേരെ പോയിട്ട് ആ തേവാര മൂർത്തിയുടെ അടുത്തേക്കാണ് അത്രേ പോവുക. അത്രയും അന്ന് തൊട്ട് തന്നെ ആ ജീവൻ പൂർവ്വജന്മത്തിൻ്റെ ആ സ്മരണയോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയിരുന്നു എന്നൊക്കെയാണ് മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത്. അങ്ങനെ ആ ഭഗവാനെ ഉള്ളിൽ നിറച്ച് കുഞ്ഞിനോട് ഏറ്റവും ഇഷ്ടം എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയാം എനിക്ക് ബാലഗോപാലനെയാണ് ഇഷ്ടം എന്നാ പറയുക. ബാലഗോപാലനോടുള്ളൊരു ഇഷ്ടമാണ്, എനിക്ക് ബാലഗോപാലനെ കാണണം. അതാണ് എപ്പോഴും ആഗ്രഹം, ബാലഗോപാലനെ കാണണം എന്നാണ്. ആ ഒരു ആഗ്രഹം അത്രയും ആ കൊച്ചു മനസ്സിൽ, നിഷ്കളങ്കമായ മനസ്സിൽ ബാക്കിയുള്ള കറകളൊക്കെ പറ്റുന്നതിന് മുമ്പ് തന്നെ പ്രഹ്ലാദൻ്റെ കഥ പറഞ്ഞ പോലെ ഈ അമ്മയുടെ ഉള്ളിൽ വന്ന് ആ ഭഗവാനോടുള്ളൊരു പ്രേമം, ആ ഒരിഷ്ടം, അതാ അവരുടെ മുമ്പിലേക്ക് ആ യോഗീശ്വരനായിട്ടുള്ള സന്യാസി വന്ന് ചേരുകയാണ്. അപ്പോൾ ചോദിച്ചു ആ കുഞ്ഞിനോട്, കുഞ്ഞ് ആ സമയത്തും ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ കണ്ണടച്ച് ധ്യാനത്തിൽ നിന്നുള്ള പോലെ ഇങ്ങനെ ഇരിക്കുക. ആ കുഞ്ഞിങ്ങനെ നോക്കുക, ഇടയ്ക്കിങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ടാവും, ഇടയ്ക്കിങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. വലിയ ആൾക്കാരൊക്കെ ധ്യാനത്തിലിരിക്കുന്ന പോലെ അത്രേ കുഞ്ഞ്. അപ്പം അടുത്ത് ചെന്നിങ്ങനെ തൊട്ടപ്പോൾ കണ്ണ് തുറന്ന് നോക്കി. അപ്പോൾ ചോദിച്ചു എന്താ കുഞ്ഞെ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ബാലഗോപാലനെ മതി എന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത് അത്ര. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാലഗോപാല വിഗ്രഹം ആ 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അന്ന് ചെവിയിൽ ആ മന്ത്രോപദേശം കൊടുത്തതാണ്. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ
ഭാസതാം പുരതോ മമ. അന്ന് കൊടുത്ത ആ മന്ത്രം അമ്മയുടെ അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ അമ്മയുടെ നാവ് മന്ത്രിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരിക്കലും ബാക്കിയുള്ളതൊന്നും അമ്മയെ ബാധിച്ചിരുന്നില്ല. 14 വയസ്സിൽ വിവാഹം കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടി, വിവാഹം കഴിച്ചത് ഒരു 40-45 വയസ്സൊക്കെ പ്രായത്തിലുള്ള ഒരു നമ്പൂതിരിയാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹം ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ വിവാഹം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അമ്മാവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന് ലോകം ചുറ്റി കാണണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ഭർത്താവിൻ്റെ ശരിക്കും ഒരുപാട് സ്വപ്നമൊക്കെ ആ കൊച്ചു ഗൗരിയും കണ്ടിട്ടുണ്ടാവും. ഉണ്ണിക്കണ്ണനെ പോലെ ഒരു മോനെയോ ലാളിക്കണം, കൊഞ്ചിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടൊക്കെ തന്നെയാവും വിവാഹ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ പോലെയൊന്നും കാണാണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറിയപ്പോഴും ആ അമ്മയ്ക്ക്, നമുക്കൊക്കെ തോന്നും അമ്മ ദുഃഖിക്കേണ്ടത്, അമ്മയ്ക്കൊരു ദുഃഖമില്ല. അപ്പോഴും കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. അമ്മ വിചാരിച്ചു, എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായാൽ ഭഗവാനെ അങ്ങയോടുള്ള ബന്ധം ഇല്ലാണ്ടായാലോ പങ്കു തരണ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭഗവാനെ ശരിക്കും ജപം കൂടുതൽ ജപം കൂട്ടുക ചെയ്ത് ഭഗവാനോടുള്ള അങ്ങനെ ജീവിക്കണു. അതിനിടയ്ക്ക് ആ ഇല്ലത്തുള്ളവരുടെ കുത്തുവാക്കുകളും ഭർത്താവിൻ്റെ അകാലത്തിലുള്ള മരണവും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ദുഃഖമായിരുന്നു. പക്ഷേ അമ്മ അതിലൊന്നും ആ അമ്മയുടെ മനസ്സ് പതറിയില്ല. കാരണം അമ്മയ്ക്ക് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത് എന്താ, ബാലഗോപാലനെ ഈ ഒരു ആയുസ്സിൽ എൻ്റെ പ്രാണൻ വെടിഞ്ഞു പോണതിന് മുമ്പ്, എൻ്റെ പ്രാണൻ വെടിഞ്ഞു പോണതിന് മുമ്പ് പ്രാണനാഥനായിട്ടുള്ള ആ ബാലഗോപാലനെ ഒരു നോക്ക് കാണണം, എൻ്റെ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായുള്ളൂ. അങ്ങനെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റയ്ക്കായപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. ഹാവു എൻ്റെ ബാലഗോപാല, ഇനി നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ, ഇനി നീ മാത്രമേ ഉള്ളൂ, എല്ലാ കെട്ടുപാടുകളും തീർത്തു അല്ലേ. നാരദ മഹർഷിയുടെ കഥ ഭാഗവതത്തിൽ പറയുമ്പോൾ പറയില്ലേ, നാരദ മഹർഷി പൂർവ്വജന്മം സ്മരിക്കുമ്പോൾ പറയും, ചെറിയ ഒരു ദാസീപുത്രനായിട്ട് ജനിച്ചു, ചെറിയൊരു ഉണ്ണിയായിട്ട് ജനിച്ച സമയത്ത് ആ ഒരു ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ ദാസ്യവേല ചെയ്യായിരുന്നു ആ അമ്മ, നാരദരുടെ അമ്മ. അപ്പോൾ ആ ഒരു ബാലനെ കൂടെ, ഈ ഒരു കൊച്ചു ഉണ്ണി മാത്രമേ ഉള്ളൂ കൂടെ, അപ്പോൾ അതിനെപ്പോഴും കൂടെ കൊണ്ട് നടക്കും. അപ്പോഴാണ് അവിടെ ചാതുർമാസ്യം അനുഷ്ഠിക്കാനായിട്ട് കുറച്ച് ഋഷീശ്വരന്മാരൊക്കെ വന്നത്. അപ്പോൾ ആ ബ്രാഹ്മണൻ വേണ്ടതൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്തു. അപ്പോൾ ഈ കൊച്ചു കുട്ടിയോട് പറഞ്ഞു, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കുട്ടിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കണമെങ്കിലോ പൂക്കൾ വേണമെങ്കിലോ ദർഭപ്പുല്ല് വേണമെങ്കിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുത്ത് അവരുടെ കൂടെ അവരെ സഹായിച്ച് നിന്നു. അവർ പറയണതും അവർ ചൊല്ലണ മന്ത്രങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഈ കുഞ്ഞിനത് കേട്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇടയിൽ അവർ പറയണ ഈശ്വര കഥകൾ കേട്ടപ്പോൾ കുഞ്ഞിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ വന്നവർക്ക് ആ കുഞ്ഞിനോട് വാത്സല്യം. അങ്ങനെ ആ കുഞ്ഞിനെ കൂടെ ഇരുത്തിയിട്ട് ധാരാളം കഥകൾ പറഞ്ഞു കൊടുത്തു, കീർത്തനങ്ങൾ പാടിച്ചു. അങ്ങനെ ചാതുർമാസ്യം കഴിഞ്ഞ് പോണ സമയത്ത് കുഞ്ഞിന് അവരുടെ കൂടെ ഞാനും വരും, എനിക്ക് ആ ഭഗവാനെ കാണണം, ഞാനും വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ മന്ത്രമൊക്കെ ഉപദേശിച്ചിട്ട് അങ്ങനെ വരാൻ പറ്റില്ല, അമ്മയല്ലേ, അമ്മയ്ക്ക് സങ്കടമാവില്ലേ, കർമ്മത്തിനെ ഉപേക്ഷിച്ചിട്ട് വരരുത്. നമ്മളോടും പറയാണ്, നമ്മൾ എല്ലാം ഉപേക്ഷിച്ചിട്ടല്ല, നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. അതിനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, ഒരു ജന്മത്തിന് 2 ജന്മമായിട്ട് തീരെയുള്ളൂ എന്ന് പറഞ്ഞു തരിക ഭഗവാൻ. അങ്ങനെ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഉപദേശിച്ച് പോയി. കുഞ്ഞ് ധ്യാനത്തിനായിട്ട് ഇരിക്കണ സമയത്ത് എന്താ, ധ്യാനിക്കാനിരിക്കുമ്പോഴേക്കും അമ്മ വിളിക്കും, ഉണ്ണീന്ന് വിളിക്കും. അപ്പോൾ വേഗം ധ്യാനത്തിൽ നിന്ന് ഓടിച്ചെല്ലും. എന്താ, ഒന്നുമില്ല, എവിടെയാണെന്ന് അറിയാൻ വിളിച്ചതാ, ശബ്ദം കേൾക്കാണ്ടായപ്പോൾ വിളിച്ചതാ.
അമ്മയ്ക്കിതൊന്നും അറിയില്ല. ധ്യാനവും നാമജപമൊക്കെ എന്ത് അത് ബ്രാഹ്മണൻ്റെ ജോലി ചെയ്ത് രാവു തൊട്ട് പകൽ എന്താ പറയുക വെളുക്കുമ്പോൾ തൊട്ട് രാത്രിയാവണോളം ജോലി ചെയ്തിട്ട് തളർന്നുറങ്ങുക. അമ്മയ്ക്കൊന്നും അറിയില്ല. അപ്പോൾ ഇത് ധ്യാനിച്ചിരിക്കുക എന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാവണില്ല. അങ്ങനെ അപ്പോൾ ആ രൂപം പറഞ്ഞു കൊടുത്ത രൂപം മന്ത്രമൊന്നും ജപിച്ച് ധ്യാനിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പശുവിനെ കറക്കാൻ പോയ അമ്മയെ സർപ്പം ദംശിച്ചു. അങ്ങനെ ആ അമ്മ മരിച്ചു. അപ്പോൾ ആ കൊച്ചു ബാലൻ പറഞ്ഞു, എൻ്റെ കർമ്മപ്രാരാബ്ധം ഇവിടെ തീർന്നു. ഭാവു ഇനി ആ ഭഗവാനെ ഭജിക്കാലോ, ഇനി പ്രാരാബ്ധങ്ങൾ വരുത്താതെ കണ്ട് വേറൊരു കെട്ടുപാടുകളും ഇല്ലാണ്ട് ഭഗവാനെ ഭജിക്കാം എന്ന് പറഞ്ഞതാ ആ ഭഗവാനെ ഭജിക്കാനായിട്ട് പോയി എന്ന് ഭാഗവതത്തിൽ പറയും. അതുപോലെ എല്ലാ പ്രാരാബ്ധങ്ങളും വിട്ട് തന്നെ ഒഴിഞ്ഞു പോയി. അതാണ് ആ ഭഗവാനോട് കൂടുതൽ അടുത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല, ലൗകിക ദൃഷ്ടിയിലേ ദുഃഖം തോന്നുള്ളൂ. എല്ലാം ഒഴിഞ്ഞു പോയപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ വന്നു. ഇനി കൂടെ നടക്കുകയാണ്, എപ്പോഴും കൂടെ നടക്കുകയാണ്. ആ അമ്മയെ സഹായിക്കുന്ന ഒരു ഇല്ലത്തുണ്ണിയായിട്ട് എപ്പോഴും, അമ്മയുടെ പൊന്നുണ്ണിയായിട്ട് എപ്പോഴും കൂടെ നടക്കുകയാണ്. അപ്പോഴൊന്നും ആ അമ്മയ്ക്ക് അറിയണില്ല. എന്നാൽ ഈ ഉണ്ണിയെ തൊടുമ്പോഴും ഉണ്ണിയുടെ സംസാരം കേൾക്കുമ്പോഴും അടുത്തിരിക്കുമ്പോഴും അമ്മയ്ക്ക് ആ സാമീപ്യം തിരിച്ചറിയണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയും, നീ എൻ്റെ ബാലഗോപാലൻ തന്നെയാണ്. പക്ഷേ പൂർണ്ണമായിട്ടും ആ മനസ്സിലുള്ള ഒട്ടൽ പോവാഞ്ഞിട്ടോ കർമ്മപ്രാരാബ്ദം ബാക്കി നിന്നിട്ടോ അമ്മയ്ക്ക്, അതോ ഭഗവാന്റെ ഒരു മായയാണ് ഇപ്പം അമ്മ തിരിച്ചറിയുന്നുള്ള സമയത്ത് മന്ദം ജഹാസ വൈകുണ്ഠ മോഹയന്നിവ മായയാ ഒന്ന് പുഞ്ചിരിക്കും, കൊലുരമേ എന്ന് വിളിച്ചിട്ടൊന്ന് ചിരിക്കും. അപ്പോൾ ഇത് അപ്പുറത്തെ ഉണ്ണിക്കുട്ടൻ എന്ന് തോന്നും. ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിയാവുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഇരിക്കണു. അത് എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഇത്രയും മോഹിച്ചിട്ടല്ലേ ആ കുറൂരമ്മ കണ്ണനെ കാത്തിരിക്കണേ? പിന്നെ എന്തുകൊണ്ട് ഞാൻ ആ അമ്മയുടെ കണ്ണനാണ്, അമ്മ വിളിച്ചിട്ട് ഓടി വന്നതാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് പറയാഞ്ഞത് എന്തേന്ന് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം തന്നെ ആണ് നമ്മുടെ വില്യമംഗലം സ്വാമിയാരുടെ ഉള്ളിലുണ്ടായത്. ഒരിക്കൽ സ്വാമിയാരെ ഇതാവില്ല, നമ്മൾ എപ്പോഴും അതാണ്, ഓരോരുത്തരുടെ മഹത്വം എങ്ങനെയാണ്, പ്രഭാവം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഭഗവാന്റെ പലരെയും കണ്ടാൽ തോന്നും നമുക്ക് അവർ വലിയ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ തോന്നും. ചിലപ്പോൾ കൂടുതൽ അടുക്കുമ്പോഴാവും അതിൻ്റെ പിന്നിലുള്ള കാപട്യമൊക്കെ അറിയാം. ചിലരെ കണ്ടാൽ നമുക്കൊരു വിലയുണ്ടാവില്ല. പക്ഷേ അവരുടെ മഹത്വം, കാരണം അവരൊന്നും പേരോ പ്രശസ്തിയോ കാര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ അതൊന്നും നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, നമ്മളെങ്ങനെ നോക്കണമെന്നൊന്നുമില്ല. അവരുടെ ഉള്ളിൽ ആകെ കൂടി എന്തേ ഉള്ളൂ, ഭഗവാനേ ഉള്ളൂ. അവരെ എല്ലാവരെയും അവരെക്കാളും ഉയർന്ന തലത്തിലാണ് അവരെപ്പോഴും കാണുക. അതുപോലെ ഒരു അമ്മയായിരുന്നു കുറൂരമ്മയ്ക്ക്. ആ കുറൂരമ്മയുടെ മഹത്വമൊന്നും കുറൂരമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. കുറൂരമ്മയ്ക്ക് ആകെ കൂടി ഒരേ ഒരു ചിന്തയുള്ളൂ, ബാലഗോപാലൻ ബാലഗോപാലൻ എന്നുള്ളത്. കാണുന്നതിലൊക്കെ ആ ഈശ്വരനെ കാണാൻ ഒരു മഞ്ഞ തുണി കണ്ടാൽ, ഒരു കാർമേഘം കണ്ടാൽ ഗോപികമാരുടെ അതേ അവസ്ഥയായിരുന്നു കുറൂരമ്മയ്ക്കും. ഒരു മയിൽപ്പീലി തുണ്ട് കണ്ടാൽ, പശുവിനെ കണ്ടാൽ, പാല് കണ്ടാൽ, എന്ത് കണ്ടാലും ആ ഭഗവാനെയാണ് സ്മരിക്കുക. ഭഗവാനെ മാത്രം ഓർത്ത് കഴിഞ്ഞ ഒരു ജീവനായിരുന്നു. ആ കുറൂരമ്മയുടെ അടുത്തേക്ക് ഒരു ദിവസം ബാലഗോപാലൻ ഓടി വരുന്നു. കുറൂരമേ കുറൂരമേ എന്ന് വെച്ച് ഓടി വരുന്നു. എന്താ കണ്ണാ അങ്ങനെ ഓടി വരണേ, എന്താ ഉണ്ണി എവിടുന്നാ വരണേ കുട്ടാ ചോദിച്ചു. അതേ അവിടെ വില്യമംഗലം സ്വാമിയാർ എന്നിട്ട് ഒരാളെ കുറൂരമ്മ കേട്ടിട്ടുണ്ടോയെന്ന്. വില്യമംഗലം എന്ന് കേട്ട വഴി കുറൂരമ്മ അവിടെ തന്നെ ഇരിക്കലോർത്തിരുന്ന് നമസ്കരിച്ചു. അപ്പോൾ അത് കേട്ടിട്ടുണ്ടോന്നോ, ആ പേര് കേൾക്കാൻ തന്നെ മഹാസുഹൃതം ചെയ്യണ്ടേ, അദ്ദേഹത്തിനെ പോലെ പുണ്യശാലിയായിട്ടുള്ള ഒരാളില്ല കുട്ടാന്ന് പറയണു. അതെന്താ അങ്ങനെ? അല്ല, ആ ഭഗവാനൊക്കെ വിളിച്ചാൽ വെളിപ്പുറത്ത അവിടെ വില്യമംഗലം സ്വാമിയാർക്ക് കാണാൻ സാധിക്കൂത്രേ. ആ ധ്യാനിച്ചാൽ അപ്പം മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. ആ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുമെന്നാണ്, അങ്ങനത്തെ ഒരു മഹാത്മാവാണെന്ന്. അപ്പം ആ
ഉണ്ണിയായിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ പറയാം. അപ്പോൾ കുറൂരമ്മയ്ക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കുറൂരമ്മ എന്നെ കാണുന്നില്ലേ, ഞാനല്ലേ ഗുരുവായൂരപ്പൻ കുറൂരമ്മ പറയാറില്ലേ എന്ന് ചോദിക്കും. അപ്പോഴും അത് ചോദിക്കുമ്പോഴും ആ ഒരു പുഞ്ചിരി, മന്ദം ജഹാസ വൈകുണ്ഠ, ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരി, ആ പുഞ്ചിരി തന്നെ മതി നമുക്ക് ധ്യാനിക്കാനായിട്ട്. ആ ഭഗവാന്റെ പല ഭാഗത്തിലുള്ള പുഞ്ചിരികൾ ധ്യാനിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയൊരു ധ്യാനമായിട്ട് തീരും. പറയും, നീ ഒന്ന് പോ കുട്ടാ, അതുപോലെയൊന്നല്ല ഗുരുവായൂരപ്പൻ. അപ്പോൾ കുറൂരമ്മ വെറുതെ പറയണതാ, ഞാൻ ഗുരുവായൂരപ്പനെ പോലെ തന്നെ നീ എൻ്റെ ഉണ്ണിക്കുട്ടനാന്ന് വെറുതെ പറയണതാന്ന് ഇങ്ങനെ ചോദിക്കും ആ അമ്മയുടെ അടുത്ത്. പറഞ്ഞു, നമുക്ക് നമ്മുടെ ഇവിടേക്ക് വിളിച്ചാലോ, അദ്ദേഹം അത്ര വലിയ മഹാത്മാവല്ലേ, അപ്പോൾ അദ്ദേഹത്തിനെ ഇവിടെ വിളിച്ച് അത് നമ്മുടെ ബാലഗോപാലനെ അദ്ദേഹത്തിനെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ നല്ലതല്ലേ. അപ്പോൾ ആ ബാലഗോപാലൻ ഞാനേ ഇവിടെ വന്ന് അദ്ദേഹം പൂജിക്കുമ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ധ്യാനിച്ചാൽ വരുന്നല്ലേ പറഞ്ഞേ. അപ്പം നമ്മുടെ ഇല്ലത്ത് വിളിച്ച് പൂജിക്കാം. അപ്പോൾ ഇവിടെ ആ ബാലഗോപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. എന്താ കുറൂരമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ കുറൂരമ്മ പറഞ്ഞു, അദ്ദേഹം ഒന്നും നമ്മുടെ അവിടേക്ക് വരില്ല എന്ന് കേട്ട് പറഞ്ഞപ്പോഴേക്കും പിന്നെ വന്നേക്കാളും സ്പീഡിലാണ് ഉണ്ണിക്കുട്ടനെ ഓടണേ. ഉണ്ണിക്കുട്ട എവിടെയാണ് പോണേ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞൊന്നും കേട്ടില്ല, തിരിച്ചോടി. എന്നിട്ട് ആ വില്യമംഗലത്തിൻ്റെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. അവിടെ ചെന്ന് നിന്നപ്പോൾ അവിടെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ പരിചാരകരായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ചെന്ന് കാണാനൊന്നും പറ്റില്ല, മഹാത്മാക്കളല്ലേ, വലിയ ആളല്ലേ, അപ്പോൾ പെട്ടെന്ന് ചെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ അങ്ങനെ നിന്നപ്പോൾ പറഞ്ഞു, എനിക്ക് എന്താ വന്നതെന്ന് ചോദിച്ചു. എനിക്ക് സ്വാമിയാരെ കാണണം, ഞാൻ സ്വാമിയാരെ കാണാൻ വന്നതാ എന്ന് പറയണു. സ്വാമിയാരെ കാണാൻ, അത് കുട്ടികളി കളിക്കാനുള്ള ആളൊന്നുമില്ല, പൊക്കോളൂ, അങ്ങനെ കാണാനൊന്നും പറ്റില്ല, എവിടത്തെയാ എന്താണെന്ന് ചോദിച്ചു. എനിക്ക് സ്വാമിയാരെ കാണണം എന്ന് പറഞ്ഞ് ഈ കുട്ടി ഇതാ വാശി പിടിക്കണ. അപ്പോൾ സ്വാമിയാരെ അവിടെ ഒന്നും ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, ആരാ അവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ച വഴി വേഗം അങ്ങോട്ട് ശിരസിൻ്റെ മുകളിലേക്ക് അങ്ങനെ കൈ അങ്ങോട്ട് തൊഴുതിട്ട് അവിടെ അങ്ങോട്ട് വീണാ നമസ്കരിച്ചു. അതങ്ങോട്ട് കണ്ടപ്പോൾ സ്വാമിയൊക്കെ കൊള്ളാലോ ഈ കുട്ടി, അപ്പോൾ അതിങ്ങോട്ട് പോയി കടത്തി വിടുമെന്ന് പറഞ്ഞു. വേഗം ചെന്നു. എല്ലാവിധത്തിലുള്ള ഭവ്യതയോട് കൂടിയിട്ടും എല്ലാ ബഹുമാനത്തോടു കൂടിയിട്ട് ആ കാൽക്കാലങ്ങൾ വീണ് നമസ്കരിച്ചു. എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അടിയൻ കുറൂരമ്മയുടെ ഇല്ലത്തുനിന്ന് വരിക, അമ്മ പറഞ്ഞയച്ചിട്ട് വന്നതാ. അപ്പോൾ ഒരു ദിവസമെങ്കിൽ നാളത്തെ ഒരു ദിവസം ഒന്ന് ഇല്ലത്തേക്ക് വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ്, വേറെ ആരും ഇല്ല അവിടെ, അതുകൊണ്ട് എന്നെ പറഞ്ഞയച്ചത്. ഒരു കുട്ടി വന്ന് വിളിക്കുകയല്ലേ എന്ന് കരുതിയിട്ട് ഉപേക്ഷ വിചാരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ പറയാം, എന്തെങ്കിലും പറയണേലോ പ്രവർത്തിക്കണേലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമസ്കരിക്കും. അത് അങ്ങനെയുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാവം ഉള്ളിലുണ്ടായിരുന്നു എന്നാണ് മഹാത്മാക്കൾ അനുസ്മരിക്കുന്നത്. കാരണം തന്നെ എല്ലാവരും ബഹുമാനിക്കുന്നതും നമസ്കരിക്കുന്നതും അദ്ദേഹത്തിന് ആദ്യകാലങ്ങളിൽ കുറച്ച് ഇഷ്ടമായിരുന്നു അത്ര. ഒരു ഞാൻ അങ്ങനെ എന്നുള്ളൊരു അഹംഭാവം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ആ അഹത്തിനെ കളയാൻ ഭഗവാൻ ചെയ്തൊരു ലീലയാണത്. അപ്പം നമസ്കരിക്കും തോറും ഇദ്ദേഹത്തിന് ആ അഹം കൂടി വരിക ചെയ്യണത്. അപ്പോൾ പറഞ്ഞു, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, നാളെ വരാമെന്ന് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടതോട് കൂടിയിട്ട് ഒരു 5-6 പ്രാവശ്യം നമസ്കരിച്ചു. ഈ നമസ്കാരമൊക്കെ കുറൂരമ്മയുടെ നമസ്കാരമാണ് കേട്ടോ, എന്നോട് പറഞ്ഞു. അങ്ങനെ ഓരോന്നും പറഞ്ഞ് നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കുട്ടി എത്ര നന്നായിട്ടൊക്കെ ചെയ്തായിട്ടുണ്ടെങ്കിൽ ആ അമ്മ നല്ല ഒരു രീതിയിലാവും. പിന്നെ കേട്ടിട്ടുണ്ട്, കുറൂരമ്മയെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അത്ര വലിയ അങ്ങനെ കൃഷ്ണനാമം ജപിച്ചിരിക്കുന്ന ഒരു അമ്മയെന്ന് കേട്ടിട്ടുണ്ട്, ഒരു ഇല്ലത്തമ്മയെ പറ്റി കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഭഗവാൻ കണ്ണൻ അവിടുന്ന് അതേ സ്പീഡിൽ തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോഴേക്കും കിതച്ചിട്ട് ക്ഷീണിച്ച് വിയർത്ത് കുളിച്ച് വരികയാണ്. എന്നിട്ട് വന്നോണം വന്ന് ആ ഒരു രംഗങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കാണുമ്പോഴേ എന്തൊരു മനോഹരല്ലേ. വന്നോണം വന്നത് ആ കുറൂരമ്മ അവിടെ ആ പടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നാമം ജപിച്ചുകൊണ്ട്. അപ്പോഴും കുറൂരമ്മയുടെ നാമില് കോമളം കുജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാംബുരതോ മമ. അങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും ഓടി വന്ന് തളർന്ന് ആ വിയർപ്പോട് കൂടിയിട്ട് ആ അമ്മയുടെ മടിയിൽ അങ്ങോട്ട് വന്ന് വീണു ഉണ്ണിക്കുട്ടൻ.
അമ്മ അങ്ങോട്ട് പരിഭ്രമിച്ചു. അയ്യോ എൻ്റെ കുട്ടിയെ ആകെ ക്ഷീണിച്ചുല്ലോ, വയ്യാണ്ടായാലോ. തലയിലൂടെ ഇങ്ങനെ കൈ ഓടിച്ചപ്പോഴേ വേർത്തിട്ട് കൈ മുഴുവനും നനഞ്ഞു പോയി. അമ്മ വേഗം അമ്മയുടെ ആ ഉടുത്ത മുണ്ടുകൊണ്ടൊക്കെ തലയൊക്കെ നല്ലോണം തുവർത്തിയൊക്കെ കൊടുത്ത് പറഞ്ഞു, എന്തിനാ അങ്ങനെ ഓടി നടക്കണേ വെയിലത്ത്, വയ്യാണ്ടാവില്ലേ, അവ വരൂ, വിശക്കുണ്ടാവില്ലേ നിനക്ക്, വരൂ, ബാലഗോപാലിനെ നേരിച്ചതൊക്കെ തരാം എന്ന് പറഞ്ഞു. അല്ല ക്രൂരമേ, കേക്കൂ, അതൊക്കെ വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതേ നാളെ വില്ലുമംഗല സ്വാമിയാർ ഭിക്ഷയ്ക്ക് വരുന്നത് ഇവിടെ അത്രേ എന്ന് പറഞ്ഞു. വെറുതെ പറയണ്ട എൻ്റെ ഉണ്ണിയെ, അദ്ദേഹം ഒന്നും ഇവിടെ വരില്ല. അമ്മേ സത്യമായിട്ടും വരും എന്ന് പറഞ്ഞു. സത്യമായിട്ടും വരും, ഉണ്ണി അമ്മോട് കള്ളം പറയും. കുറൂരമ്മയുടെ അടുത്തേക്കാണ് എന്നോട് പറഞ്ഞേ, നാളെ ഞാൻ കുറൂരില്ലത്താണ് കേട്ടോ, ഭിക്ഷയ്ക്ക് വരണമെന്ന് എന്നെ കണ്ടപ്പോൾ പറയണ്ടായി, ഞാൻ കുറൂരില്ലത്തുനിന്ന് വരിക എന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞു. ആ മുഖഭാവവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഉറപ്പായി, അത് ശരി, ഇനിയിപ്പോൾ എന്താ. അപ്പോഴേക്കും അമ്മയ്ക്ക് പരിഭ്രമം തുടങ്ങി. എനിക്കാണെങ്കിൽ ഒന്നും വയ്യലോ ഉണ്ണി, എന്താ ചെയ്യുക, രാവിലെ എണീറ്റിട്ട് എല്ലാം ഒരുക്കണ്ടേ, ഒരു ഒരുക്കങ്ങളും ഇല്ല, ഞാൻ തന്നെ എന്താവാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴേക്കും ബാലഗോപാല, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും സാധിക്കില്ല കേട്ടോ, നീ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ബാലഗോപാലിൻ്റെ അടുത്ത് വീട് നമസ്കരിക്കുമ്പോഴൊക്കെ പറഞ്ഞു, അമ്മ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ടാവും ഇവിടെ. മുൻപ് ഇതുപോലെ ഒരു ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ വരുമോ എന്നൊന്നും നിശ്ചയില്ല, പിന്നെയല്ലേ എന്ന് പറഞ്ഞാൽ അമ്മ പേടിക്കണ്ട കേട്ടോ, ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ ഇവിടെയാണ് കിടക്കണേ. അപ്പോൾ ഇല്ലത്ത് നിന്നെ അന്വേഷിക്കില്ലേ ഉണ്ണിയെ? ഏയ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇടയ്ക്ക് ഇന്ന് ഞാൻ കുറരമ്മയുടെ അടുത്തേ നിൽക്കുള്ളൂ എന്ന് ഞാനിത് അറിഞ്ഞപ്പോൾ എൻ്റെ ഇല്ലത്ത് കയറി പറഞ്ഞിട്ടാണ് പോന്നേ എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷം ഉണ്ടാകി. ആ കുട്ടിയെ ഒരു വകതിരിവും അറിവൊക്കെ ഉള്ളത് അവിടെ ചെന്ന് പറയാൻ തോന്നിയല്ലോ അതിന്. അങ്ങനെ അന്ന് അമ്മയുടെ കൂടെ ഇരുന്നു. അമ്മ കുറൂരമ്മ രാവിലെ എണീറ്റ് വന്നപ്പോഴേക്കും അമ്മയ്ക്ക് അത്ഭുതമായി. ഉണ്ണിൻ്റെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞേക്കണം, അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി പൂജയ്ക്ക് വേണ്ട പൂക്കൾ സാധനങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ബാക്കി. അപ്പോൾ ചോദിച്ചു, എൻ്റെ ഉണ്ണിയെ നിനക്കിത് എങ്ങനെ അറിയണേ, ഇത്രയും ചെറിയ കുട്ടിയല്ലേ, ഇത് ആരാ അത് പഠിപ്പിച്ചേ എന്ന് ചോദിക്കുക. പറഞ്ഞു, അതൊക്കെ എനിക്കറിയാൻ കുറൂരമ്മേ, ഇതൊക്കെ എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇല്ലത്തുനിന്ന് പഠിച്ചതാണ്. കുറൂരമ്മ വേഗം പോയി കുളിച്ചു വരും, ഇനി നേദ്യം തയ്യാറാക്കണം, അത്രയേ വേണ്ടൂ. അത് കുറൂരമ്മയുടെ കൈയോട് തയ്യാറാക്കിയാലേ ബാലഗോപാലിന് ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് വേഗം പോയി കുളിച്ചു വരുമെന്ന്. അങ്ങനെ കുളിക്കാനായിട്ട് കുറൂരമ്മയെ പറഞ്ഞയച്ചു. കുറൂരമ്മ കുളിക്കാനായിട്ട് നാമം ജപിച്ച് പോവാണ്. കുറൂരമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസമാവണില്ല, തൻ്റെ ഇല്ലത്തേക്ക് ഇത്രയും വലിയൊരു മഹാത്മാവും വരിക. അത് ഇങ്ങോട്ട് പറയാൻ, ഞാൻ നാളെ കുറൂരില്ലത്തേക്ക് വരാം, അങ്ങനെയാണല്ലോ ഉണ്ണിക്കണ്ണൻ ഇവിടെ ഒന്ന് പറഞ്ഞത്. ഞാനേ നാളെ കുറൂരില്ലത്തേക്ക് വരണ്ട കേട്ടോ എന്ന് ഇങ്ങോട്ട് പറയുക എന്നാണ് പറഞ്ഞേക്കണത്. ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക, അതൊരു അത്ഭുതമല്ലേ. നാമം ജപിച്ചതാ അവിടെ ചെന്നപ്പോൾ അവിടെ അടുത്ത് ചെമ്മങ്ങാട്ടില്ലത്തെ ആത്തോല അവിടെ കുളി കഴിഞ്ഞ് കയറുകയാണ്. അപ്പോൾ പറഞ്ഞു, എന്താ നേരത്തെ ആത്തോലമ്മ കുളി കഴിഞ്ഞ് കയറണേ എന്ന് ചോദിച്ചപ്പോൾ ഇന്നേ വില്ലുമംഗല സ്വാമിയാർക്ക് ഭിക്ഷ ഞങ്ങളുടെ അവിടെ ഇല്ലത്തേക്കാണ് എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ആകെ പരിഭ്രമായി. അവിടെ ഇല്ലത്തേക്കോ നമ്മ സംശയം ചോദിച്ചു. അപ്പോൾ വേഗം ചെമ്മങ്ങാട്ട് ആ ഇല്ലത്തമ്മയ്ക്ക് ഒരു പരിഹാസം, അതെന്താ അങ്ങനെ ചോദിക്കണേ, എന്താ ഞങ്ങളുടെ ഇല്ലത്ത് വന്നുകൂടാന്നുണ്ടോ, വരില്ല എന്ന് വിചാരിച്ചായിരുന്നു എന്നൊക്കെ ചോദിച്ച് അമ്മ ചോദിക്കണു. അപ്പം അതല്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞില്ല, ഇല്ലത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് ആകെ മനപ്രയാസമായി. എങ്ങനെയൊക്കെയോ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അമ്മ എന്താ അമ്മേ കുളിച്ചു വരാൻ നേരം വൈകിയത്? ഞാൻ അമ്മ കാണാണ്ടായപ്പോൾ പായസമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നിവേദ്യത്തിനുള്ളതും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ ഉണ്ണിയെ നീ എന്നെ പറഞ്ഞ് പറ്റിച്ചതല്ലേ, എന്താമ്മേ നീ ഇവിടേക്ക് വരും, വില്ലുമംഗല സ്വാമിയാരൊക്കെ ഇങ്ങോട്ട് വരുമോ ഇല്ലത്തേക്കൊക്കെ? വെറുതെ പറഞ്ഞതല്ലേ? അല്ലമ്മേ സത്യമായിട്ടും വരുന്നാ പറഞ്ഞേ, ഇങ്ങോട്ട് പറഞ്ഞതല്ലേ, ഉണ്ണി കളവ് പറയുമോ? അങ്ങനെ വരില്ല അച്ഛൻ, ഞാനിപ്പോൾ ഇതൊക്കെ ഒരുക്കി വയ്ക്കുമോ? അമ്മയ്ക്ക് എന്നെ തീരെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞു, അല്ല ഇന്ന് ചെമ്മങ്ങാട്ടില്ലത്തേക്കാണ് പോണേന്നാണ് അമ്മ പറഞ്ഞത് എന്ന് സങ്കടത്തോടു കൂടി പറയുമ്പോഴത്തേക്കും ഇതാണ് എന്നിട്ട് സ്വാമിയാർ. അപ്പോൾ ഈ കുറൂരമ്മ പറയണ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ആളൊക്കെയാണ്.
ഇദ്ദേഹം എങ്ങനെയോ വലിയ ആളാവുക, പറഞ്ഞ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആള്, അതിനേക്കാളും നല്ലത് എൻ്റെ കുറൂരമ്മ തന്നെയാണ് എന്ന് പറയോ അപ്പോഴേക്കും വേഗം വായ പൊത്തി, അങ്ങനെയൊന്നും പറയരുത്, അവർ മഹാത്മാക്കളാണ്, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ ഈശ്വര നിശ്ചയമാണ് എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞാൽ ശരിയാ, ഒക്കെ ഈശ്വര നിശ്ചയ എന്ന് പറഞ്ഞാൽ അപ്പോഴും മന്ദം ജഹാസവൈകുണ്ഠ, അപ്പോഴും ഒരു ചിരി ചിരിച്ചു. ആ ചിരി ചിരിച്ചപ്പോൾ അത് എന്തോ ആലോചിച്ചു കൊണ്ടുള്ള ഒരു ചിരിയായിരുന്നു. ആ സമയത്ത് ഉണ്ണി ഇങ്ങോട്ട് പോകുന്നതിൻ്റെ പിന്നാലെയാണ് ഈ ചെമ്മങ്ങാട്ട് ഇല്ലത്തുനിന്ന് എന്ന് അവിടെ ഭിക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ ഈ കുറൂരമ്മയുടെ ഇല്ലത്തേക്കല്ലേ, അതും അന്ന് പറഞ്ഞതൊരു ചെറിയ ചെക്കനെ പറഞ്ഞേച്ചേ, ഇവിടെയാണെങ്കിൽ നല്ല സ്വീകരണം ഉണ്ടോ, നല്ല ആൾക്കാരും ഉണ്ടോ, കുറച്ച് തൻ്റെ ആ വൈഭവമൊക്കെ ഒന്ന് പ്രകടമാക്കാനുള്ള അവസരമാണ്, പിന്നെ ധാരാളം ദക്ഷിണയും കിട്ടും അവിടുന്ന്, അവിടേക്ക് പോവാം എന്നായിരുന്നു അത്ര ഇദ്ദേഹത്തിൻ്റെ. കാരണം ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരാളാണെന്നൊന്നും നമ്മൾ തോന്നരുത് കേട്ടോ, ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ്. ഇവരൊക്കെ ഭഗവാന്റെ അംശത്തിൽ ജനിച്ചിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ജീവനും നമ്മുടെ മുമ്പിൽ കുറൂരമ്മയായിട്ടും പൂന്താനം മുത്തച്ഛനായിട്ടും വില്ലമംഗലം സ്വാമിയാരായിട്ടൊക്കെ വന്നത്. ആ ഭഗവാൻ തന്നെയാണ്. മഹാത്മാക്കളായിട്ട് ഇവിടെ വരുന്നവരൊക്കെ ആ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അവർ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഓരോന്നും. ഇങ്ങനെയാണ് അഹങ്കാരം കൊണ്ട് വന്നാൽ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മളൊക്കെ നാടകം നടത്തണം, നടൻ വേഷം കെട്ടി നാടകം ആടണ പോലെയാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഭാവത്തോടു കൂടി ഇരുന്നിട്ട് വേണം ഇതുപോലെ കഥകൾ കേൾക്കുമ്പോൾ. അദ്ദേഹം നേരെ ചെമ്മങ്ങാട്ടേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. ആ പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് ശംഖ് ഊതിയാൽ ആ ശബ്ദം കേട്ടാൽ ആ സ്വാമിയാർ എഴുന്നള്ളണമെന്നാണ് അതിൻ്റെയാണ്. അപ്പോൾ പുറപ്പെടുമ്പോഴേ തന്നെ ശംഖ് അങ്ങോട്ട് ഊതും. അപ്പോൾ ആ ശംഖിൻ്റെ ശബ്ദം വളരെ അകലയ്ക്ക് കേൾക്കും. അതിൻ്റെ നമ്മളുടെ അവിടെയൊക്കെ പറ വരാറുണ്ട്. ഇവിടെ ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ അമ്പലങ്ങളിൽ നിന്ന് പറ വരും, ഓരോ അമ്പലങ്ങളിൽ നിന്ന്. അപ്പോൾ പറ വരുമ്പോൾ അകലേന്ന് ശംഖ് ഊതും. അപ്പോൾ പറ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒരുക്കി കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശംഖ് ഊതണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ നമ്മുടെ വീട്ടിൽ പറ നിറച്ച് വെളിച്ചപ്പാട് വന്ന് തുള്ളി പറ നിറക്കി. ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞങ്ങളുടെ അവിടെ അങ്ങനെ പറയുണ്ടാവും. ഓരോ അമ്പലത്തിൽ നിന്ന് കുർബാനക്കാവാണ് ഞങ്ങളുടെ പരദേവത. അപ്പോൾ കുർബാനക്കാവിലെ അമ്മയൊക്കെ എഴുന്നള്ളി ഒരു പകലേന്ന് ശംഖുവിളി കേട്ടാൽ, അപ്പോൾ കുറച്ച് വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും നമ്മളൊക്കെ ഒരുക്കി വെച്ച് കാത്തിരിക്കുക എന്നുണ്ട്. അതുപോലെ ഈ ശംഖുവിളി അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ വരുന്നുണ്ട്, അവിടുന്ന് എഴുന്നള്ളത്തുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത്രയും നമ്മളൊക്കെ ചെന്ന് കാത്ത് ഒച്ചാനിച്ച് നിന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ശംഖ് വിളിച്ചിട്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്ത് ചെയ്തിട്ടും ശംഖ് വിളിച്ച് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഭഗവാനെ ധ്യാനിച്ചിട്ട് ഇതെന്താ ഭഗവാനെ, എന്താ ഗുരുവായൂരപ്പാന്ന് ചോദിച്ചു. പക്ഷെ ധ്യാനത്തിൽ ആ ഭഗവാന്റെ ആ രൂപവും വരുന്നില്ല. എന്തോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് ആ ഉണ്ണി വന്നിട്ട് നമസ്കരിക്കണതാണ് ഭഗവാന്റെ മനസ്സ്. ആ വില്യമംഗലം സ്വാമിയാരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതേ. ആ ഉണ്ണി വന്നിട്ട് നമസ്കരിച്ചിട്ട് നാളെ കുറൂരില്ലത്തേക്ക് വരണം, ഞാനേ ഉള്ളൂ വിളിക്കാൻ, അവിടെ ആരും ഇല്ല എന്ന്, ഞാനേ ഉള്ളൂ ആ അമ്മയ്ക്ക് സഹായത്തിന് എന്ന് പറയുന്ന ഉണ്ണിയെ കാണുന്നത്. അത് കണ്ടപ്പോൾ വില്യമംഗലത്തിന് മനസ്സിലായി അവിടേക്ക് പോവാണ്ടിരുന്നത് കൊണ്ടാണ് ആ വാക്ക് തെറ്റിച്ചുല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നു, ചെമ്മങ്ങാട്ടേക്കല്ല, നമുക്ക് നേരെ കുറൂരില്ലത്തേക്ക് തന്നെ പോവാം എന്ന് കൂടെയുള്ള പരിചാരകന്മാരോട് പറഞ്ഞു. പിന്നെ ആ ശംഖ് മുഴക്കിയപ്പോൾ അത് ആ ശംഖനാഥം കേൾക്കണം. അപ്പോൾ അതാണ് ആ ഭഗവാന്റെ പുഞ്ചിരിയുടെ ആ കുറൂരമ്മോട് ഭഗവാൻ വിചാരിച്ച പോലെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ചിരിച്ചതിൻ്റെ ഒരു അർത്ഥം അത് തന്നെയായിരുന്നു. അങ്ങനെ നേരെ ആ കുറൂരില്ലത്തേക്ക് വരുമ്പോഴേക്കും അമ്മ കുളി കഴിഞ്ഞ് ഇറം മാറാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എന്താ വരണു, ആ പടിക്കലെത്തി അദ്ദേഹം വില്യമംഗലം സ്വാമിയാർ. അപ്പോഴും ചെന്ന് സ്വീകരിക്കാൻ ആരേ ഉള്ളൂ, ബാലഗോപാലനേ ഉള്ളൂ. അതും ഭഗവാന്റെ ഇച്ഛയാണേ. കാരണം അദ്ദേഹം എല്ലാ ദിക്കിലും ചെല്ലുമ്പോഴും നിറയെ ആൾക്കാർ താലൊക്കെ എടുത്ത് സ്വീകരിച്ച് നാമൊക്കെ ജപിച്ച് കൊണ്ടുപോവുക എന്നുള്ളൊരവസ്ഥയാണ്. ഇവിടെ ആരുമില്ല. ഈ ഒരു കന്നാലിച്ചക്കനെ പോലെ ഒരു കുട്ടി, അത് മാത്രമേ ഉള്ളൂ അവിടെ വന്ന് സ്വീകരിക്കാൻ. അപ്പം അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഓടിച്ചെന്നു വേഗം നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ
അപ്പോൾ കുറൂരമ്മ ഇപ്പോൾ വരൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമസ്കരിച്ചിട്ട് ഓടി കുറൂരമ്മയുടെ അടുത്തേക്ക് എത്തി. അല്ല കുറൂരമ്മ ഇതേ വില്യമംഗലം സ്വാമിയാരും നമ്മളവിടേക്കാണ് വരണേ, ഇവിടെ വന്ന് നിൽക്കണു, ആ മുറ്റത്ത് വന്ന് നിൽക്കണു തോന്നും. അപ്പോൾ അമ്മയ്ക്കാ പരിഭ്രമായി, എൻ്റെ ഉണ്ണി അപ്പം ഇങ്ങോട്ട് ഓടി വരികയാണോ ചെയ്യുക, വേഗം അങ്ങോട്ട് ചെല്ലു, അദ്ദേഹത്തിനെ കാല് കഴുകിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇതാ കുറൂരമ്മ അകത്തുനിന്ന് ഓടി വരുന്നു. അപ്പോൾ അവിടേക്കും ഉണ്ണി ചെന്നിട്ട് അമ്മ ഇപ്പോൾ വരൂ കേട്ടോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കൈകൊണ്ട് ആ കിണ്ടിയൊക്കെ എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭക്തൻ്റെ കാല് കഴിക്കാൻ ഭഗവാൻ എത്ര ഭാഗ്യമാണെന്ന് നോക്കൂ. ആ ഭഗവാന്റെ രാജസൂയം കഥയൊക്കെ പറയുമ്പോൾ പറയും, രാജസൂയത്തിന് ഒന്ന് വേണ്ടതുപോലെ നടത്തി തരണം ഭഗവാനോട് വന്നിട്ടെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ വരുത്രേ. എന്നിട്ട് നോക്കണോർത്ത് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ആൾക്കാർ വരുമ്പോൾ കാല് കഴിച്ച് കയറ്റാൻ ശ്രീകൃഷ്ണ ഭഗവാൻ, അത് ആൾക്കാർക്ക് വെള്ളം കുടിക്കാനും സാധനങ്ങൾ കൊടുക്കണോർത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ, അടുക്കളയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ഊണ് കഴിഞ്ഞ് എച്ചിലല എടുക്കണോർത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെ കാണുന്ന ഒരു രംഗം അതിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് കൈങ്കര്യം ചെയ്യാൻ നടക്കണു അല്ലേ. നമ്മുടെ ഇവിടെ അമ്പലപ്പുഴ കൃഷ്ണൻ്റെ കഥയിൽ അങ്ങനെ പറയും. ഒരിക്കലും വില്യമംഗലം സ്വാമിയാരൻ അമ്പലപ്പുഴ എന്ന് തൊഴാൻ നോക്കിയപ്പോൾ ഭഗവാനെ നമ്മളൊക്കെ വിഗ്രഹത്തിലേ കാണുള്ളൂ വെച്ചാലും വില്യമംഗലം സ്വാമിയാർ നേരിട്ടിട്ടാ ഭഗവാനെ കാണാം. അവിടെ വന്നപ്പോൾ ഭഗവാനില്ല അവിടെ ശ്രീലകത്ത്. ഭഗവാൻ എവിടെ പോയി എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കണ സമയത്ത് ഈ മാരാന്മാർ ഊണൊക്കെ ആയിരിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ബ്രാഹ്മണക്കുട്ടിയുടെ വേഷത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം. അപ്പോൾ വേഗം വില്യമംഗലം സ്വാമിയാർ ചെന്നിട്ട് ചോദിക്കും, അല്ല കണ്ണ, എത്രയോ പേരുണ്ട് ഇവിടെ, ആ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ എത്രയോ പേരുണ്ട്, എന്നിട്ട് ഇവിടേക്ക് നീ തന്നെ ചെന്ന് ഭക്ഷണം കൊടുക്കാൻ പോവുക, നീ തന്നെയാണോ അപ്പോൾ വന്നേക്കണമെന്ന് പറഞ്ഞു. അതെ, ഇവിടുത്തെ ഉത്സവം ഗംഗേമാക്കാൻ വേണ്ടിയിട്ട് എത്ര നന്നായിട്ടാണ് അവരുടെ എത്ര അധ്വാനം അവർ ചെയ്യണേ. അങ്ങനെ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാനാണ് ചെയ്തു കൊടുക്കേണ്ടത്, അവരെ എനിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കണേ. അപ്പം അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടതുപോലെയൊക്കെ അവർ മറ്റുള്ളവരൊക്കെ കൊടുത്താലേ ഭക്ഷണമൊക്കെ കൊടുത്താൽ വെടുപ്പാവില്ലേ, ഭക്ഷണമൊക്കെ കുറഞ്ഞു പോയി അവർ ക്ഷീണിക്കും, അവർക്ക് നല്ല ആരോഗ്യം വേണ്ടേ, ഇതൊക്കെ എടുത്ത് കൊട്ടാനും ഇതിനൊക്കെ ആരോഗ്യം വേണ്ട, അതുകൊണ്ട് ഞാൻ തന്നെ വിളമ്പാമെന്ന് വിചാരിച്ചിട്ടാത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥാമഹാത്മാക്കളൊക്കെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെ ആ ഭക്തന് കൈങ്കര്യം ചെയ്യാൻ എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അതുപോലെ അപ്പോൾ നേരിട്ട് വന്നിട്ട് വില്യമംഗലം സ്വാമിയാരെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാൻ അങ്ങയുടെ കാല് കഴിക്കാട്ടോ എന്ന് പറഞ്ഞാൽ ആരെ സമ്മതിക്കുക? വില്യമംഗലം സ്വാമിയാരെ സമ്മതിക്കുകയോ ഇല്ല. അപ്പോൾ അത് ആ കാലൊക്കെ കഴിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി വന്ന് എന്നാൽ ശരി, ആരും ഇല്ലെങ്കിലും വേണ്ടി ആ അമ്മയ്ക്ക് തന്നെ വന്നിട്ട് എന്നെ ഒന്ന് സ്വീകരിച്ചൂടെ, അപ്പോഴും അകത്തിരിക്കുകയാണ്, വലിയ ഭക്തിയാണെന്ന് ഭാവം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നിന്ദ അഹങ്കാരമാണ് എന്ന് തോന്നി. അപ്പോഴേക്ക് അമ്മ ഓടി വന്ന് നമസ്കരിച്ചു. നോക്കിയപ്പോൾ അത്ര അധികം പ്രായമൊന്നും ആയിട്ടില്ല. കുറൂരമ്മ എന്ന് പറയണ്ടെങ്കിലും അത്ര പ്രായമൊന്നും ആയിട്ടില്ലാത്ത ഒരു യൗവനം ഒന്നും വിട്ടുമാറാത്തൊരു സ്ത്രീ. അപ്പോൾ ഇവരാണ് കുറൂരമ്മ. അപ്പോൾ കണ്ടപ്പോഴും അത്രയും അങ്ങോട്ട് തോന്നിയില്ല. വേഗം അകത്തേക്ക് കൊണ്ടുപോയി പൂജയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വേഗം പൂജ കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നായി അദ്ദേഹത്തിന് ധൃതി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവിടെ വേറെ ആരാളേ എന്ന് ചോദിച്ചു. അപ്പോൾ കുറൂരൻ പറഞ്ഞു, ഇവിടെ വേറെ ആരുമില്ല, എനിക്ക് എന്നും എൻ്റെ ബാലഗോപാലൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ബാലഗോപാലനാണ് എനിക്ക് ആകെ കൂടിയുള്ളതെന്ന് പറഞ്ഞു. എൻ്റെ ബാലഗോപാലൻ. അപ്പോൾ എന്തൊരു അഹങ്കാരത്തോടു കൂടിയിട്ടാണ് പറയണേ. അവിടെ കുറൂരമ്മയ്ക്ക് അഹങ്കാരം. എൻ്റെ ബാലഗോപാലൻ എന്ന് പറഞ്ഞപ്പോഴേ ആ വാത്സല്യത്തിൻ്റെ ശബ്ദമല്ല അവിടെ. കാരണം നമ്മൾ വേറൊരാളെ നോക്കുമ്പോൾ അവർക്ക് അഹങ്കാരമുണ്ട്, അവർക്ക് അസൂയുണ്ട്, കുശുമ്പുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയാം, നമ്മുടെ ഉള്ളിൽ അതുള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയെന്ന് തോന്നണേ. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറൂരമ്മയുടെ ഉള്ളിൽ അഹങ്കാരം തോന്നി. ആ ഭക്തവാത്സല്യം തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാൽ അത്രയും സാത്വികനായിട്ടുള്ള ഒരാളെ നമ്മൾ അവരുടെ ഉള്ളിൽ ആ സാത്വിക ഭാവമുള്ളതെന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ അഹങ്കരിക്കുകയെ അവരുടെ മുമ്പിൽ പരിഹസിക്കുകയൊക്കെ ചെയ്താലൊന്നും അവർക്ക് തോന്നില്ലേ? അങ്ങനെയൊന്നുമല്ല, അവർക്കത് തോന്നുകയില്ല, അഹങ്കാരം ഉണ്ടെന്ന് തോന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ ആ ഭാവമില്ല. അപ്പോൾ മറ്റുള്ളവരെ പറ്റിയിട്ട് നമുക്ക് ചീത്തത്തരം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ചീത്തത്തണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്.
അപ്പോൾ അത് ക്ലാസ് ഇവിടെ വെച്ചോളൂ, ക്ലാസ് എടുത്തിട്ട് വേണ്ട വെച്ചു. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ ചീത്തത്തുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ചീത്തത്തുണ്ട്, അതാണ് അവരുടെ ഉള്ളിൽ ചീത്തത്തം കാണുന്നത്. അപ്പം എല്ലാവരുടെ ഉള്ളിലും നന്മ കാണാൻ ശ്രമിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടാവണം. ഇവിടെ കുറൂരമ്മയ്ക്ക് അഹങ്കാരമാണ് എന്ന് തോന്നിയപ്പോൾ എന്താ, അവനവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തിൻ്റെ പ്രതിഫലനാണ് അത്. കണ്ണാടിയിൽ നോക്കണ പോലെ അത്ര. എല്ലാവരുടെ ഉള്ളിലും നന്മ കാണാനായിട്ട് മാത്രം ദുര്യോധനനോടും അതുപോലെ ധർമ്മപുത്രരോടും കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞേക്കും രണ്ടുപേരെ. ദുര്യോധനോട് പറയും, ഏറ്റവും ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല ആളാരാന്ന് വെച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയും. അതുപോലെ ധർമ്മപുത്രരോട് പറയും, ഇവിടെ വെച്ചിട്ട് ഏറ്റവും ചീത്ത ആളാരാന്ന് വെച്ചാൽ അവരെയും കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയും. രണ്ടുപേരും തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ചോദിച്ചു ദുര്യോധനോട്, എന്തേ ഈ നാട്ടിലെ നല്ല ആൾക്കാരൊന്നും ഇല്ല, നല്ല ആൾക്കാരെ അന്വേഷിച്ചിട്ട് പോയിട്ട് ആരെയും കണ്ടില്ലേ? ഞാൻ എല്ലാവരെയും നോക്കി, ഒരാളും ഇല്ല നല്ലത്, ഞാനല്ലാണ്ട് ഒരാൾ ഇവിടെ നല്ലതില്ല, ഏറ്റവും നല്ലത് ഞാനാ, അതുകൊണ്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ദുര്യോധനോട് ചോദിച്ചു, അതെന്താ ചീത്ത ആൾക്കാരെ അന്വേഷിച്ച് പോയിട്ട് കിട്ടാഞ്ഞ്? ഞാൻ നോക്കിയപ്പോൾ ഒരാളും ചീത്തത്തരല്ല, എല്ലാവരും നല്ല ആൾക്കാരാണ്, ഏറ്റവും ചീത്ത ഞാനാ, അതുകൊണ്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഭാവമാണ് നമ്മൾ മറ്റുള്ളവരിൽ കാണണത് എന്ന് പറയുക. അപ്പം അതുപോലെ അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പം അദ്ദേഹത്തിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ പൂജയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോയാൽ മതി, അങ്ങനെയായിരുന്നു ഭാവം. പൂജ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇല്ലത്ത് പോയാൽ മതി എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം ആ പൂക്കളെടുത്തിട്ട് പൂജ ചെയ്യാൻ തുടങ്ങി. പൂജ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ മുന്നിൽ നിൽക്കുന്ന ആ ഉണ്ണിയുടെ പാദത്തിലാണ് ആ പൂക്കൾ വന്ന് വീഴുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒന്നും കൂടി കോപമായി. ആ ഉള്ളിലുള്ള ആ ഒരു ഭാവം ഒന്നും കൂടി തികട്ടി വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കും ഉണ്ണി, അവിടെയാണോ നിൽക്കുക, മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം കുറച്ച് ഇത്തിരി മാറി, കുട്ടികളല്ലേ, കുറച്ച് ഇത്തിരി അങ്ങോട്ട് മാറി നിന്നു. പിന്നെയും പൂവിട്ടിട്ട് വീഴുമ്പോൾ ഈ കുട്ടിയുടെ പാദത്തിലാണ് വീഴുന്നത്. മാറി നിൽക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം എന്ത് ചെയ്തു, കുറച്ചുകൂടി മാറി അദ്ദേഹം കണ്ണടച്ച് കുടിക്കാൻ നിൽക്കുമ്പോൾ വേഗം വന്ന് മുമ്പിൽ തന്നെ വന്ന് നിന്നു. വീണ്ടും പൂവെടുത്തിടുമ്പോൾ ഈ കുട്ടിയുടെ പാദത്തിൽ. അപ്പോൾ കുറൂരമ്മ അവിടെ നിന്ന് ഇങ്ങനെ നോക്കണ്ടേ, കുറുമ്പ് കാണിക്കാൻ കണ്ടട്ടെ. കുറൂരമ്മയ്ക്ക് അങ്ങോട്ട് ഈ കുട്ടിയുടെ കുറുമ്പ് കണ്ടിട്ട് അദ്ദേഹത്തിന് വിഷമാവുമെന്ന് ഇങ്ങനെ നോക്കണ്ട്. അങ്ങനെ ഒരുവിധമൊക്കെ പൂജ കഴിച്ച് അവിടെ നിന്ന് വില്ലുമംഗലം സ്വാമിയാർ മടങ്ങിയ സമയത്ത് കുറൂരമ്മ വേഗം ചെന്നു. അല്ല ഉണ്ണിയെ, എന്ത് വികൃതിയെ കാട്ടിയേ, ആരുടെ അടുത്താണ് ഈ വികൃതി കാട്ടിയെന്നുണ്ടോ, അദ്ദേഹത്തിന് എത്ര മുഷിച്ചലായിണ്ടാവും എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു. കുറൂരമ്മ, ഞാനെന്താ കുറൂരമ്മയെ കാട്ടിയേ, ഞാനിവിടെ നിന്നല്ലേ ഉള്ളൂ, അത് ശരിക്കും പൂവിടാണ്ടല്ലേ എൻ്റെ കാക്കൽ വന്ന് വീണേ, നേരെ ഇടാനൊന്നും ഇത്ര വലിയ ഭക്തനാണ് പൂജാരി എന്ന് പറഞ്ഞിട്ട് ആ വിഗ്രഹത്തിൻ്റെ ഇടയ്ക്ക് നേരെ പൂവിടാൻ അറിയില്ല വെച്ചാൽ. അപ്പോഴേക്കും വേഗം കുറൂരമ്മ വായ പൊത്തും. എന്താ ഹമ്മതിയ കുട്ടി നീ പറയണേ, നീ കുറുമ്പ് കാണിച്ചതും പോരാഞ്ഞ് നിൻ്റെ കുറുമ്പേ വളരെ കൂടുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് നിന്നെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പണ്ട് യശോദാമ്മ ഒരലിൽ കെട്ടിയിട്ടില്ലേ കുറുമ്പ് കൂടിയിട്ട്, അതുപോലെ ഈ അമ്മയും കൊണ്ടുപോകണം അല്ലേ. പണ്ട് ഒരലിൽ കെട്ടിയിട്ടു, അമ്മോട് കുറേ കരഞ്ഞു പറഞ്ഞു, അമ്മേ ഞാൻ ചെയ്യില്ല അമ്മേ, കുറുമ്പ് കാട്ടില്ല അമ്മേ, എന്നെ കെട്ടിയിടല്ലേ അമ്മേ, എനിക്ക് കെട്ടിയിടല്ലേ അമ്മേ എന്ന് കുറേ കരഞ്ഞു പറഞ്ഞു. കണ്ണീര് കുടുകുടങ്ങനെ ചാടുണ്ട്. കാരണം എന്താ, കയ്യിലിരിക്കുന്ന വെണ്ണയോട് കൂടിയിട്ടുള്ള ആ രണ്ട് കൈകൊണ്ടും വെണ്ണ നിറച്ച് പിടിച്ച കൈകൊണ്ടാണ് കണ്ണ് തിരുമ്പിയിട്ടാണ്. എന്നാലും ആ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും അമ്മ കെട്ടിയിടാണ്ടിരിക്കട്ടെ എന്ന്. അവിടെ മാത്രം അമ്മ ദയ കാണിച്ചില്ല അത്ര, അമ്മ കെട്ടിയിട്ടു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു അത് സാരമില്ല, ഇതിന് അമ്മയ്ക്ക് ഇതിനൊരു പണി കൊടുക്കണ്ട് എന്നാണ് അത്ര കണ്ണൻ വിചാരിച്ച്. അത് കഴിഞ്ഞത് ആ ഒരലും വലിച്ചു കൊണ്ടുപോയിട്ട് ആ മരങ്ങൾ കടപുഴങ്ങി വീണ് ആ കുബേരപുത്രന്മാർക്കൊക്കെ അനുഗ്രഹം കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ അമ്പാടിയിൽ ആ മരങ്ങൾ വീണൊച്ച കേൾക്കണേ. ആ മരങ്ങൾ വീണൊച്ച കേൾക്കണ സമയത്ത് ആണ് അമ്മയ്ക്ക് ഓർമ്മ, അയ്യോ കുട്ടി അവിടെ ഒരലിൽ കെട്ടിയിട്ടിട്ടല്ലേ ഞാൻ പോകുന്നത്, അത് പിന്നെ മറന്നുപോയി ഓരോ പണിയുടെ ഇടയിൽ മറക്കാൻ. കാരണം എന്താ, ആ ഭഗവാന്റെ ചിന്തകൊണ്ടാണത് മറന്നത്, ഇത് കഴിയണവരെ ഓർമ്മ വന്നില്ല. അപ്പോൾ കുറൂരമാകെ വ്യസനിച്ചതാ ഓടുന്നു.
അപ്പം നന്ദഗോപര് മുമ്പ് എന്താ എൻ്റെ ഉണ്ണി എവിടെ, ഉണ്ണി എവിടെ, അവിടെ 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 ഒരലില് ഒന്നും പറയാൻ പറ്റണില്ല അമ്മയ്ക്ക്. ഒരലില് ഒരലിലെന്ന് പറഞ്ഞു, ഒരലിലോ ഉണ്ണി എവിടെ, ഉണ്ണി എവിടെ. എന്നിട്ട് കണ്ണാന്ന് വിളിച്ചിട്ട് നന്ദഗോപര് ആദ്യം ഓടി വന്ന് അവിടെയൊക്കെ നോക്കുകയാണ്. അപ്പോൾ കാണണേ ഇല്ല. വലിയ മരം മറിഞ്ഞ് വീണ് കിടക്കണ്ടേ, ഉണ്ണി അവിടെ കാണാനില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഈ കുട്ടികളൊക്കെ കൂടി ഒരുമിച്ചാണ് കേട്ടോ ഈ കളിച്ചേരുന്നത്. അപ്പോൾ ഈ ഒരലിൽ കെട്ടിയിട്ട സമയത്ത് ഇവരെങ്ങനെയാണ് കളിക്കാന്ന് ചോദിച്ചപ്പോൾ കുട്ടികളോട് പറഞ്ഞു അത്രേ, ഞാൻ ആനയാവാം, എന്നിട്ട് തടി വലിക്കാം, നിങ്ങളൊക്കെ പാപ്പാമാരായിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് കളിച്ചത്. അങ്ങനെ ഒരല് മറിച്ചിട്ട് വലിച്ചുകൊണ്ട് നടക്കണേൻ്റെ ഇടയ്ക്ക് കണ്ണൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആനയ്ക്ക് മതം പൊട്ടി, എല്ലാവരും ഓടിക്കോളേന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ ഓടിപ്പോയി. അപ്പോഴാണ് കണ്ണൻ ഇതാ ഈ സൂത്രമൊക്കെ ഒപ്പിച്ചത്. അത് കാരണം കൊണ്ട് കുട്ടികളൊക്കെ അകലെയായിരുന്നു. അപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കണ്ണനെവിടെ, കണ്ണനെവിടെ. ആ മരത്തിൻ്റെ വീണ് കിടക്കണ മരത്തിൻ്റെ അവിടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവരൊക്കെ അതാ നിറഞ്ഞ കണ്ണുകളോടുകൂടി നിൽക്കണുണ്ടപ്പോൾ അത്രയും പേടിച്ചു പോയി. നന്ദഗോപര് അങ്ങനെ നോക്കുമ്പോണ്ട് ഇതാ ഒരു കിലുക്കം കേൾക്കണു. ആ കിലുക്കം കേട്ടോട്ടേക്ക് നോക്കുമ്പോൾ ഇലയുടെ ഇടയിൽ കൂടെ മയിൽപ്പീലിയുടെ ആ തുമ്പ് കാണണു. വേഗം ഓടിച്ചെന്നു. നന്ദഗോപര് നോക്കിയപ്പോൾ ഒരലിൽ കെട്ടിയിട്ടേക്കാണ് ആ ഉണ്ണിയെ. അത് അതിൻ്റെ ഇടയിൽ ഇതാ കിടന്നിട്ട് അച്ഛനെ കണ്ടപ്പോഴേക്കും ഉണ്ണി അങ്ങോട്ട് ചുണ്ട് പുലുത്തി കരഞ്ഞ, അച്ഛാ അമ്മ എന്നെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞ ഉറക്ക കരയാൻ തുടങ്ങി. അമ്മ എന്നെ കെട്ടിയിട്ടു അപ്പോൾ എന്ന് പറഞ്ഞ് കരയണു. അപ്പോൾ വേഗം നന്ദഗോപര് അഴിച്ചിട്ട് പേടിക്കണ്ടാട്ടോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് എടുത്തപ്പോഴേക്കുമാണ് യശോദാമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരണേ. യശോദാമ്മ വന്നിട്ട് ആ കണ്ണനെ കണ്ടപ്പോഴേക്കും തളർന്നു വീഴുന്നുള്ള മട്ടിലാണ്. ആദി കൊണ്ടും ദുഃഖം കൊണ്ടും ചെയ്തത് അബദ്ധമായതും കൊണ്ട് അമ്മയ്ക്ക് അത്രയും വിഷമാണ്. അപ്പോൾ വേഗം ഇതുവരെ ഒരു കാര്യത്തിനും ഒന്നും പറയാണ്ട് ആ യശോദാമ്മയെ ഒരു വഴക്ക് പോലും പറയാത്ത നന്ദഗോപൻ ചോദിച്ചു, ഇത്രയ്ക്കും വലുതായിപ്പോയോ നിനക്കൊരു തൈർക്കുടം? കഷ്ടൻ്റെ യശോദേ, ഒരു തൈർക്കുടം ഈ കുട്ടിയെക്കാളും വലുതായോ? നിനക്ക് ഓർമ്മയില്ല അല്ലേ കഴിഞ്ഞതൊന്നും? എത്ര നോമ്പ് നോറ്റു, എത്ര വഴിപാടുകൾ കഴിച്ചു, എത്ര പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നിട്ടാണ് ഇങ്ങനെ ഒരു ഉണ്ണിയെ കിട്ടിയത്. ആ ഉണ്ണിയേക്കാളും വലുതാണോ നിനക്കൊരു തൈർക്കുടം? എങ്ങനെ നിനക്ക് തോന്നി? നോക്കൂ, ഇതിൻ്റെ അരയ്ക്കൊന്ന് നോക്കൂ, ചുമന്ന് തുടർത്ത് കിടക്കണ കണ്ടില്ലേ? ആ മരങ്ങളിങ്ങനെ എന്തോ ഈശ്വരൻ കാത്തതല്ലേ? ആ മരങ്ങളെങ്ങാനും കുട്ടിയുടെ തലയിൽ വീണു എന്ന് വിചാരിച്ചാൽ പിന്നെ എന്ന് പറഞ്ഞ് നന്ദഗോപര് ആ ഉണ്ണിയെ മറോട് അമർത്തി ഗാഠഗാഠം പുടർന്ന് കണ്ണുനീരൊഴുക്കണു. അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റണില്ല. അമ്മ അക്ഷരം മിണ്ടാൻ പറ്റണില്ല. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ കണ്ണൻ്റെ നേരെ ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു, വേണ്ട, ഞാൻ വരില്ല, വേണ്ട, ഞാൻ വരില്ല എന്ന് കണ്ണൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞു, അമ്മിഞ്ഞ തരാൻ കണ്ണാന്ന്. അപ്പം കണ്ണ് പറഞ്ഞു, എനിക്കമ്മിഞ്ഞയേ വേണ്ട, എനിക്കമ്മിഞ്ഞയേ വേണ്ട, നീ എന്നെ കെട്ടിയിട്ടിടും എന്ന് പറഞ്ഞ് കണ്ണൻ മുഖം തിരിച്ചപ്പോൾ പിന്നെ അതാ അമ്മ മോഹാത്സ്യപ്പെട്ട് വീഴാൻ പോകണം. അങ്ങനെയുള്ള ആ അമ്മേ ഇതാ അത് കണ്ടപ്പോൾ കണ്ണനെ അമ്മയ്ക്ക് വയ്യാണ്ട് വരികയെന്ന് വെച്ചാൽ കണ്ണനെ ഇഷ്ടമല്ല. അപ്പോൾ കണ്ണൻ വേഗം അമ്മയൊന്ന് നോക്കിയപ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അപ്പം അച്ഛൻ ചോദിച്ചു, കണ്ണൻ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അച്ഛനാണോ അമ്മയാണോ? എപ്പോൾ ചോദിക്കുമ്പോഴും കണ്ണൻ പറയും, എനിക്ക് അച്ഛനെയും അമ്മയും ഒരുപോലെ ഇഷ്ടമാണ്, രണ്ടാളെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് രണ്ടാളെയും കെട്ടിപ്പിടിക്കുന്ന പതിവ്. അപ്പോൾ ഇത്തവണ കണ്ണൻ എന്താ പറഞ്ഞ്, അമ്മയല്ലേ എന്നെ കെട്ടിയിട്ട്, അച്ഛനല്ലേ എന്നെ അയച്ചു വിട്ടത്, അതുകൊണ്ടേ പറഞ്ഞു. അപ്പോഴേക്ക് യശോദമ്മയ്ക്ക് പറ്റണില്ല, ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കാര്യം? ആ കണ്ണന് ഇഷ്ടമില്ലാണ്ടായാൽ പിന്നെ ആരാ എന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുക. എന്നാലും ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അമ്മയെ തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈയും അമ്മയുടെ നേർക്ക് നീട്ടിയിട്ട് അമ്മയെ അമ്മിഞ്ഞ തരൂ എന്ന് പറഞ്ഞിട്ട് ഇത് അമ്മയുടെ മേത്തേക്ക് ചാടുന്ന ആ ഉണ്ണി. അങ്ങനെ ആ അമ്മയെ പല വിധത്തിലുള്ള ലീലകളിലൂടെ ആനന്ദിപ്പിച്ച കണ്ണനിതാ. അപ്പോൾ അതേ ലീലകൾ യശോദാമ്മയെ പോലെ തന്നെ കുറൂരമ്മയുടെ കൂടെ ആടുകയാണ്. കുറൂരമ്മ യശോദാമ്മ പിടിച്ച പോലെ രണ്ട് കൈയും കൂട്ടി പിടിച്ചു കൊണ്ടുപോയിട്ട്
അന്ന് ഇതാ ഒരു വലിയ കലത്തിൻ്റെ അടിയിൽ ഇട്ടടയ്ക്കാൻ നോക്കുക, കരി നിറഞ്ഞ കലം. വേണ്ടാട്ടോ യശോദാമ്മേ, വേണ്ടാട്ടോ വേണ്ടാട്ടോ, ഞാൻ ഈ കുറുമ്പ് കാണിക്കില്ല, എന്നെ അടച്ചിടണ്ടാട്ടോ, എനിക്ക് പേടിയാവും കേട്ടോ, വേണ്ടാട്ടോ എന്ന് പറയണില്ല. ഇനി നിൻ്റെ യാതൊരു വിധത്തിലുള്ള ആ സൂത്രപ്പണികളൊന്നും എന്നോട് പറയണ്ട, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഇന്ന് നീ ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞ് കലത്തിൻ്റെ ഉള്ളിൽ അടച്ചിടുന്നു. ആ അടച്ചിടുമ്പോൾ അമ്മ കണ്ണൻ പറയും, അമ്മ അമ്മ തുറക്കുമമ്മ, തുറക്കുമമ്മ, എനിക്ക് പേടിയാവണ്ട കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എന്തൊരു ഇരുട്ടാമ്മ, എനിക്ക് പേടിയാവണ്ടേ, എനിക്ക് പേടിയാവണ്ടേ എന്ത് പറഞ്ഞിട്ടും അമ്മ തുറക്കണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ കുറഞ്ഞു. അമ്മ അമ്മ എനിക്ക് ശ്വാസം മുട്ടണു, ശ്വാസം മുട്ടണു എന്ന് പറഞ്ഞ് ആ കണ്ണൻ അമ്മയെ പറ്റിക്കാൻ നോക്കിയപ്പോൾ അമ്മയ്ക്ക് പേടിയായി, കുട്ടിക്ക് എന്തെങ്കിലും വന്നാലോ വെച്ചിട്ട് അമ്മ വേഗം അല്ലെങ്കിൽ ഭഗവാനുണ്ടോ, ഇങ്ങനെ ഒരു കലം പൊന്തിച്ച്, ഇതൊക്കെ ഭഗവാന്റെ ലീലകൾ, ആ കലം പൊന്തിച്ചിട്ട് അത് തട്ടിക്കളഞ്ഞ് ഓടാൻ ഭഗവാൻ ശക്തിയില്ലാഞ്ഞിട്ട് ഒന്നുമല്ല, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ കെട്ടിക്കിടക്കുകയാണ്. ആര് തന്നെ എങ്ങനെ സ്നേഹം കൊണ്ട്, സ്നേഹപാശം കൊണ്ട് കെട്ടിയാൽ അതിനടിമപ്പെട്ട് ഭഗവാൻ അവിടെ കെടുക്കും. അതാണ് ഭഗവാന്റെ ആ പരമമായിട്ടുള്ള ആ കാരുണ്യം, ഭക്തവാത്സല്യം. അഹം ഭക്തപരാധീന, ആ ഞാൻ അങ്ങനെയാണ്. എൻ്റെ ഭക്തന്മാർ അല്ലേ, സൂദാസിൻ്റെ അടുത്തേക്ക് കണ്ണൊന്നും കാണാണ്ട് സൂദാസ് കണ്ണനെ വിളിച്ചപ്പോൾ എന്താ, ആ കണ്ണനെ ഓടിച്ചെന്നിട്ട് ഇതാ ഇങ്ങനെ തൊട്ടപ്പോൾ കണ്ണനെ കെട്ടി പിടിക്കാൻ നോക്കിയപ്പോൾ കണ്ണൻ തള്ളി മാറ്റി നീങ്ങി നിന്നു. അപ്പോൾ സൂദാസ് പറഞ്ഞു, നിനക്കിപ്പോൾ എന്നെ തള്ളി മാറ്റാൻ എന്താ ബുദ്ധിമുട്ട് കണ്ണ, എന്നെ തള്ളി മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ ഗോവർദ്ധനത്ത് പൊക്കിയില്ലേ, ആ കുവലയാപീഠത്തിനടുത്ത് പൊന്തിച്ചില്ലേ, ആ കംസനെ വധിച്ചില്ലേ, അതേ ഓരോരോ അസുരന്മാരെ ഇതാ വധിച്ചു. അങ്ങനെയൊക്കെയുള്ള നിനക്കിപ്പോൾ എന്നെ ഒന്ന് തള്ളാൻ ഇത്ര ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് കെട്ടിയിട്ടിട്ടുണ്ട് പ്രേമപാശം കൊണ്ട്. അത് പൊട്ടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു ഏഴ നിനക്ക് അനക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത്രേ. ഭഗവാൻ അവിടെ തോറ്റുപോയിട്ട് ഓടിച്ചെന്ന് സൂദാസിനെ കെട്ടിപ്പിടിച്ചു. ഭക്തൻ്റെ ആ സ്നേഹപാശത്തിൽ നിന്ന് വിടിയിക്കാൻ ഭഗവാന് പറ്റില്ല, ആകെ കൂടി ആ ഒരു ബന്ധനത്തിലാണ് ഭഗവാൻ പെട്ട് കിടക്കണത്. അപ്പം അതുപോലെ ഈ അമ്മയുടെ സ്നേഹത്തിൽ പെട്ടിട്ട് അമ്മ ആ കലത്തിൻ്റെ അടിയിൽ അവിടെ കിടക്കണു. ആ കല അമ്മ പൊക്കിയതും അത് ഒരൊറ്റ തള്ളി കലം പൊട്ടി വീണു. കണ്ണൻ ഒറ്റ ഓടി, എവിടേക്കാണ് ഓടിയെന്ന് അറിയില്ല. ഗുരുവരമ്മ വിചാരിക്കണേക്കാളും കണ്ണനെ കാണാണ്ടായി. അപ്പം ഇവിടെ നിന്ന് പോയ വില്യമംഗലം സ്വാമിയാരെ ഇല്ലത്തെത്തിയിട്ട് ഭഗവാന് പൂജ ചെയ്യുമ്പോൾ ആ ധ്യാനത്തിലിരുന്നപ്പോൾ ഭഗവാനെ കാണാനേ ഇല്ല. ധ്യാനത്തിൽ ഭഗവാനെ കാണില്ല, ഒരിക്കലും ഇങ്ങനെ വരാറില്ല. ആകെ കൂടി ഒരു ഇരുട്ട്, ഒരു കറുപ്പ് മാത്രമേ കാണുന്നുള്ളൂ, ഒന്നും കാണണില്ല വേറെ. അപ്പം എത്ര ധ്യാനിച്ചിട്ടും കാണുന്നില്ല. അങ്ങനെ ധ്യാനിച്ച് ഭഗവാനോട് അത്രയും കേണപേക്ഷിച്ചിട്ടും ഭഗവാനെ കാണുന്നില്ല, ദർശനം ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ ആ തളയുടെ കിലുക്കം കേൾക്കാം, വളയുടെ കിലുക്കം കേൾക്കാം, എന്തൊക്കെയോ ആ ഭഗവാന്റെ ശബ്ദവീചികളുടെ എന്തൊക്കെയോ കേൾക്കാം, എന്താണെന്നൊന്നും വ്യക്തമാവണില്ല. ഭഗവാൻ ആരോടോ സംസാരിക്കുന്ന പോലെയൊക്കെ കേൾക്കാം, പക്ഷേ മുന്നിൽ പ്രത്യക്ഷമാവണില്ല. അത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ ആ സമയത്ത് പെട്ടെന്ന് എന്തൊക്കെയോ വീണൊടയണ ഒച്ച കേൾക്കണു. അതിൻ്റെ പിന്നാലെ ഭഗവാൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. ആ അകത്തുള്ള ഭാവം അങ്ങോട്ട് മറഞ്ഞു. പെട്ടെന്ന് കണ്ണു തുറന്നപ്പണ്ട് മുന്നിൽ ആ ശ്രീ ഗുരുവായൂരപ്പൻ നിൽക്കണു. നോക്കിയപ്പോൾ എങ്ങനെയാ, ആകെ കരിയിൽ കുളിച്ച് അലങ്കരിച്ച് മനോഹരമായി അലങ്കരിച്ച കണ്ണനെയാണ് ധ്യാനിച്ചത്. പക്ഷെ ആ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്, ശരീരത്തിൽ മുഴുവനും കരി പറ്റിയിട്ട് ആ മുഖത്തും മേത്തും അണിഞ്ഞിരിക്കുന്ന ആ മാലകളിലും മഞ്ഞപ്പട്ടിലും എല്ലാത്തിലും കരി പറ്റി കരിയിൽ കുളിച്ച് നിൽക്കണ കണ്ണൻ. അപ്പോൾ വേഗം വിളിച്ചു, എൻ്റെ കൃഷ്ണ ഇതെന്തേ പറ്റിയത് എന്ന് ചോദിച്ചു. എന്താ വിളിച്ചത്? എൻ്റെ കൃഷ്ണ ഇതെന്തേ പറ്റിയതെന്ന്. അപ്പോൾ എൻ്റെ കൃഷ്ണനോ? അപ്പോൾ വില്ലോങ്കല അങ്ങേക്ക് അഹങ്കാരം ഉണ്ടല്ലേ കണ്ണൻ ചോദിക്കണേ. അവിടെ എൻ്റെ ബാലഗോപാലൻ എന്ന് പറഞ്ഞപ്പോൾ ഗുരുരമ്മയ്ക്ക് അഹങ്കാരമെന്നാണല്ലോ പറഞ്ഞേ. അപ്പം എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, അപ്പം അങ്ങേക്ക് അഹങ്കാരം ഉണ്ടല്ലേ. അപ്പം അത് അഹങ്കാരത്തിൻ്റെ വിളിയല്ലായിരുന്നു, വാത്സല്യത്തിൻ്റെ വിളിയായിരുന്നു. മറ്റതും അതേ വാത്സല്യത്തിൻ്റെ വിളിയായിരുന്നു. പക്ഷെ അത് തിരിച്ചറിയാൻ
അഹങ്കാരം ഭാവം ഉള്ളിലുള്ളതുകൊണ്ട് മനസ്സിലായില്ല. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ദേഷ്യഭാവത്തിലാണ് നിൽക്കണേ. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അത് നമ്മൾ തെറ്റിദ്ധരിച്ച് ദേഷ്യഭാവത്തിലാവും നിൽക്കുന്നുണ്ടാവുക. അപ്പം നമ്മളോട് വന്നിട്ട് അവരങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അതൊന്ന് പറഞ്ഞു തരാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മുഴുവൻ ആ ദേഷ്യഭാവമാണെങ്കിൽ അവർ പറയണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതങ്ങനെയല്ല ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് പറയാൻ സമ്മതിക്കാതെ കണ്ട് നമ്മൾ പിന്നെയും അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. അപ്പോൾ എന്താ, ഈ പറയണ ആൾ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയുള്ളൂ. അവരുടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണതല്ലേ. അധികം ഷണ്ഠകൾക്കും കാരണം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അത് എന്തുകൊണ്ടാണ് എന്ന് പരസ്പരം പറയണേക്കാളും മുമ്പ് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെടും. അപ്പോൾ പറഞ്ഞത് അതുകൊണ്ടല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ദേഷ്യം വർദ്ധിക്കുകയുള്ളൂ. കാരണം എന്താ, ആ കോപത്തോടു കൂടി നോക്കുമ്പോൾ അത് മറ്റത് മനസ്സിലാവില്ല. അതുപോലെ അഹങ്കാരത്തോടു കൂടി നോക്കുമ്പോൾ എല്ലാവർക്കും അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് അഹങ്കാരം എന്നൊക്കെ തോന്നുള്ളൂ. അപ്പോൾ വേഗം പറഞ്ഞു, ഇതെന്താ ഇങ്ങനൊരു വേഷം? അപ്പോൾ എന്നെ ആ കുറൂരമ്മേ കലത്തിൻ്റെ ഉള്ളിലിട്ട് അടച്ചേക്ക് എന്ന്. പിന്നെ ഞാൻ എങ്ങനെ വരാനാ? അമ്മയെ വിട്ടുമാറിയിട്ട് എനിക്ക് വരാൻ സാധിക്കണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ വരാഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ട് അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ വേഗം ആ അത്ഭുതത്തോടുകൂടി കണ്ണനെ നോക്കി നിൽക്കുന്ന ആ ഉണ്ണിയുടെ വല്യമംഗലം സ്വാമിയാർക്ക് ആ കുറൂരമ്മയുടെ ആ ഉണ്ണിക്കുട്ടനായിട്ട് ദർശനം കൊടുത്തു. അവിടെ കണ്ടതും ആ ഉണ്ണിക്കുട്ടനും ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതും എന്നെ വീണ് നമസ്കരിച്ചതും ഇന്നതാ എൻ്റെ കാല് കഴുകി തന്നതൊക്കെ എൻ്റെ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് അത്ഭുതം കൊണ്ടും അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഭഗവാനെ, അങ്ങേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ, അങ്ങേ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ, ഞാൻ എന്തൊരു ഭക്തനാണെന്ന് പറയണേ. ഭഗവാൻ മുന്നിൽ വന്ന് നിന്നിട്ടും ആ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എവിടെയാണ് ഭക്തി? എനിക്ക് എന്ത് ഭക്തിയാണുള്ളത്? ഞാൻ വിളിക്കുമ്പോൾ അങ്ങ് ഓടി വരണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭക്തി കൊണ്ടല്ല, അങ്ങയുടെ കാരുണ്യം കൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നെല്ലാം പറഞ്ഞതാ. വീണ് നമസ്കരിക്കണം. എന്നിട്ട് വേഗം അദ്ദേഹം ആ കുറൂരമ്മയുടെ പാദത്തിൽ വീണ് നമസ്കരിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് എഴുന്നേറ്റപ്പോൾ ആ മനസ്സിൽ നമ്മുടെ ഓരോ ചലനവും തിരിച്ചറിയണ ആ ഗുരുവായൂരപ്പൻ പറഞ്ഞു, അതെ അത് മാത്രം വേണ്ട കേട്ടോ, കുറൂരമ്മയെ പോയി നമസ്കരിക്കണ്ട, ആ അമ്മ അറിയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, 4 വയസ്സ് മുതൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 4 വയസ്സ് മുതൽ കാണാൻ കൊതിച്ചു ഉപാസിക്കുകയാണെന്ന്. എന്നിട്ട് പിന്നെ എന്താ പ്രത്യക്ഷമാവാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം ഞാൻ അനുഭവിക്കണത് അമ്മയുടെ, എൻ്റെ യശോദാമ്മയെപ്പോലെ ആ അമ്മയുടെ സ്നേഹവും വാത്സല്യമൊക്കെയാണ്. ഞാൻ ആ അമ്മയുടെ മുമ്പിൽ ഭഗവാന്റെ ഭാവത്തിൽ ആ സാക്ഷാൽ ഗുരുവായൂരപ്പനായിട്ട് പ്രത്യക്ഷപ്പെട്ട അന്ന് മുതൽ എന്നെ പൂജിക്കാൻ തുടങ്ങും, വില്യമംഗലം പൂജിക്കണ പോലെ. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ സ്നേഹവാത്സല്യമാണ് വേണ്ടത്. എന്ന് അമ്മയുടെ കർമ്മപ്രാരാബ്ധം തീരണോ അന്ന് ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ അന്ന് മുതൽ അമ്മയ്ക്ക് എനിക്ക് അമ്മ പരമാർത്ഥം ബോധിക്കുമ്പോൾ പിന്നെ അവിടെ കർമ്മങ്ങൾക്കൊന്നും പൂജിക്കുക, വിളക്ക് കൊളുത്തുക, അങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊന്നും അവിടെ അതൊന്നുമില്ല. അതൊക്കെ കർമ്മങ്ങളാണ്, ഭഗവാനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾക്കൊന്നും പിന്നെ അടിസ്ഥാനം ഇല്ലാണ്ടാവും. അപ്പോഴാണ് ആ സമയമാവട്ടെ, അതുവരെ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഭഗവാൻ നമ്മുടെ ആ ഉള്ളിലുള്ള ചോദ്യവും അതായിരുന്നു അല്ലേ. അങ്ങനെ ആ അമ്മയ്ക്ക് പരിപക്വമായിട്ട് അമ്മയുടെ എല്ലാവിധത്തിലുള്ള കർമ്മപ്രാരാബ്ധങ്ങളെല്ലാം പോയി, എല്ലാം കഴിഞ്ഞ് ഭഗവാനിൽ ലയിക്കാനുള്ള സമയമാവും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഭഗവാൻ തൻ്റെ അതിമനോഹരമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെ ആ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. അതിനുശേഷം എന്തെല്ലാം ലീലകളാണ് ഈ ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഭൂമിയിൽ ആ കണ്ണനും കുറൂരമ്മയും കൂടി എന്തെല്ലാം ലീലകളാണ്. നമ്മളെപ്പോഴും അത് അനുസ്മരിക്കണം. ഇവിടുത്തെ ഓരോ തരി മണലിനും 1000 കഥകൾ പറയാനുണ്ടാവും. ഇവിടുത്തെ ഓരോന്നിനും പ്രകൃതിയിലുള്ള ഓരോന്നിനും അത് പറയാനുണ്ടാവും. ഇപ്പം നമ്മൾ ആ കാലത്തിൻ്റെ ഗതി കൊണ്ട് ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, കെട്ടിടം വന്നിട്ടുണ്ടാവും, കോൺക്രീറ്റ് വന്നിട്ടുണ്ടാവും, അത് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെയുള്ള ചൈതന്യത്തിനൊന്നും
മാറ്റം വന്നിട്ടില്ല. ഇവിടെ വീശുന്ന കാറ്റിനറിയാം ആ കഥകൾ. ഇവിടുത്തെ മണൽത്തരികൾക്കറിയാം ആ കഥകൾ. ഇവിടെയൊക്കെ ഈ വൃക്ഷങ്ങളായിട്ടും പുല്ലായിട്ടും ഒക്കെ വന്ന് പിറന്ന ആ ജീവന്മാർക്കറിയാം. അവരൊക്കെ എത്രയോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ ഭൂമിയിൽ പുല്ലായിട്ട് വന്ന് ജനിക്കണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാവും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു പുണ്യമായ സ്ഥലത്ത് നമുക്കെല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റി, ഇവിടെ താമസിക്കാൻ പറ്റി എന്നൊക്കെ വെച്ചാൽ അതിൻ്റെ ഒരു വൈഭവം പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വൈഭവമാണ്. അപ്പം ഇന്നും ആ ഭഗവാൻ ഇവിടെ നിറഞ്ഞു നിൽക്കാൻ കാരണം തന്നെ കുറൂരമ്മയ്ക്ക് നൽകിയ വാക്കാണ്. കുറൂരമ്മയ്ക്ക് ആ കണ്ണൻ വാക്ക് കൊടുത്തതാണ്. ഇവിടെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല എന്ന് ഭഗവാൻ വാക്ക് കൊടുത്തതാണ്. കുറൂരമ്മയുടെ അന്ത്യകാലത്തെ ഒരവസ്ഥയിൽ കുറൂരമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് കുറൂരമ്മയെ ശുശ്രൂഷിച്ചത് ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ആ ബാലഗോപാലനാണ്. അപ്പോൾ ആ ബാലഗോപാലൻ ഓരോന്നും ചെയ്യുമ്പോഴും ഈ അമ്മയുടെ നാവ് ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. കോമളം കൂച്ചയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാംബുരതോ മമ. അപ്പോൾ കണ്ണൻ ചോദിക്കും, അമ്മയുടെ അടുത്തുനിന്ന് മാറാണ്ട്, അതിന് നിമിഷം പോലും മാറാണ്ട് ഞാൻ അമ്മയുടെ കൂടെ ഇല്ലേ, ഇനിയും എന്തിനാ അമ്മ ഇത് പ്രാർത്ഥിക്കണേന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയും, കണ്ണ എനിക്ക് നിന്നെ വിശ്വാസം അത്ര പോരാ കണ്ണ, അതുകൊണ്ടാണ്. കാരണം നിന്നെ എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് ആ യശോദാമ്മ നോക്കിയത്. ആ യശോദാമ്മ നിന്നെ സ്നേഹിച്ച് നോക്കിയിട്ട് 12 വയസ്സ് വരെ നിന്നെ എങ്ങനെയൊക്കെ സ്നേഹിച്ചു, എല്ലാ വിധത്തിലും താലോലിച്ചിട്ട് ആ അമ്മയുടെ ഹൃദയം തകർന്നത് നീ അറിയാണ്ട് നീ അമ്മയെ ഇട്ടിട്ട് പോയില്ലേ, അതുപോലെ നീ എന്നെയും ഇട്ടിട്ട് പോയാൽ പിന്നെ അത് ആ പേടി എനിക്കുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ പറയാണ്, യശോദാമ്മയ്ക്കും കുറൂരമ്മയ്ക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. യശോദാമ്മ എന്താ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പ്രാർത്ഥിച്ചത്, എന്നെ ഒരു പുത്രഭാവത്തിൽ കണ്ട് വാത്സല്യത്തോടു കൂടിയിട്ട് അമ്മിഞ്ഞപ്പാൽ കൂട്ടിയിട്ട് പുത്രഭാവത്തിൽ വളർത്താൻ സാധിക്കണം എന്നാണ് എന്നോട് പ്രാർത്ഥിച്ചത്. ആ ബാലഭാവത്തിൽ കണ്ട് ആ കൊച്ചുണ്ണിയായിട്ട് കണ്ടിട്ട് അമ്മിഞ്ഞപ്പാൽ കൂട്ടിയിട്ട് എന്നെ വളർത്താൻ സാധിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. അത്രയും എൻ്റെ ആ പ്രായം മുഴുവൻ, ബാല്യം മുഴുവൻ ഞാൻ അമ്മയുടെ പ്രാർത്ഥന പോലെ അമ്മയുടെ അടുത്ത് നിന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ അമ്മയെ വിട്ടുപോയത്. അമ്മ പ്രാർത്ഥിച്ചതെല്ലാം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ കുറൂരമ്മ അങ്ങനെയല്ലല്ലോ പ്രാർത്ഥിച്ചത്. എന്നെ വേണമെന്നല്ലേ പ്രാർത്ഥിച്ചത്. എന്നെ മതി, വേറെ ഒന്നും വേണ്ട, ഒരു സുഖവും വേണ്ട, ഒന്നും വേണ്ട. എന്നെ സാക്ഷാൽ ഈ മാംസചക്ഷുക്കൾ കൊണ്ട് എനിക്ക് ഗുരുവായൂരപ്പ ഇടത്തിനെ കാണണം, എൻ്റെ മരണം വരതാ ഭഗവാൻ ഈ ശരീരം വിട്ടു പോകണം വരെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നല്ലേ പ്രാർത്ഥിച്ച്. ഈ ശരീരം വിട്ടു പോയാലും ഞാൻ കൂടെ ഉണ്ടാവും. കാരണം അമ്മ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് എവിടെയും പോണില്ല. അമ്മ എന്നിൽ ലയിക്കുക തന്നെയാണ് ചെയ്യണത്. അപ്പം ഈ എത്ര കാലം അമ്മയുടെ കഥകളും ഈ ഗുരുവായൂരപ്പനും ഈ ഭൂമിയുണ്ടോ അത്രയും കാലം ഞാനിതാ ഈ ഇടം വിട്ട് എവിടെയും പോവില്ല എന്ന് ആ അമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ സത്യം ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെയാണ് ആ ഗുരുവായൂരപ്പൻ ബാലഗോപാല ഭാവത്തിൽ കുറൂരമ്മയുടെ ഉണ്ണിക്കണ്ണനായിട്ട് ആ ബാലഗോപാലനായിട്ട് ഇന്ന് ഇതാ ഈ ശ്രീലകത്ത് വിളങ്ങണത്. ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. ഇവിടെ വരുന്ന ഓരോരോ അമ്മമാരെയും ഭഗവാൻ ആ കുറൂരമ്മയായിട്ട് തന്നെയാണ് കാണുന്നത്. ഓരോ അമ്മമാരുടെയും വാത്സല്യം അങ്ങനെയാണ്. ഇവിടെ പോരുമ്പോൾ ഒരുപാട് അമ്മമാർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യമൊന്ന് ഭഗവാനോട് പറയണേ, ഞങ്ങളുടെ കാര്യമൊന്ന് ഭഗവാനോട് പറയണേ എന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും വിഷമമായിട്ട് ഒരമ്മ പറഞ്ഞ കാര്യം, ആ അമ്മയ്ക്ക് ഒരു വലിയ വ്യാധിയാണ്, അങ്ങനെ മാറാൻ പറ്റാത്തൊരു വ്യാധിയാണ്. അവരുടെ ഭർത്താവും അതുപോലെ ഒരു രോഗത്തിലാണ്. ചികിത്സിക്കാൻ പൈസയൊന്നുമില്ല അമ്മയ്ക്ക്, അത്രയും ചികിത്സിക്കാൻ പൈസയില്ല, മരുന്ന് മേടിക്കാൻ പൈസയില്ല, ആരുടെയൊക്കെയോ സഹായം കൊണ്ട് കഴിഞ്ഞുകൂടാണ്. അവർക്കൊരു മകനുണ്ട്. ആ മകന് മദ്യപാനത്തിന് അടിമയാണ് അത്രേ. എന്നിട്ട് എപ്പോഴും വഴക്കും വക്കാണും പ്രശ്നങ്ങളാണ്. അമ്മ ബാലഗോപാലിനോട് ഒന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ രോഗം മാറ്റിത്തരണേന്നോ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പൈസ ഉണ്ടാവണേന്നൊന്നും അല്ല പ്രാർത്ഥിച്ചത്. കുറൂരമ്മ പറഞ്ഞ പോലെ
ഈ കണ്ണടയണതിന് മുമ്പ് എൻ്റെ മകൻ്റെ ഈ ദുസ്വഭാവം ഒന്ന് മാറിയിട്ട് അവൻ മനുഷ്യകോലത്തിലായിട്ട് കണ്ടിട്ടൊന്ന് കണ്ണടയ്ക്കാൻ സാധിക്കണേ, എൻ്റെ മോനെ ഒന്ന് ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണേ അമ്മേ എന്ന് പറഞ്ഞു. ഞാൻ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാർത്ഥനയും ഭഗവാനോട് പ്രാർത്ഥിക്കാറില്ല, ആർക്കും വേണ്ടിയിട്ടും ഒന്നും പ്രാർത്ഥിക്കാറില്ല. ഗുരുവായൂരപ്പനോട് ഞാനിവിടെ വന്നാലും കണ്ണനോട് വർത്തമാനം പറയാമെന്നല്ലാണ്ട് ഒരു പ്രാർത്ഥനയില്ല. എല്ലാ കണ്ണാ സന്തോഷിക്കണേ, സന്തോഷിക്കണേ, എല്ലാവരുടെയും ഉള്ളിലിരുന്ന് സന്തോഷിക്കണേ, എല്ലാവരുടെയും ഉള്ളിലിരുന്ന് സന്തോഷിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പം കണ്ണൻ നമ്മുടെ ഉള്ളിലിരുന്ന് സന്തോഷിച്ചാൽ നമുക്കൊക്കെ സന്തോഷമാവും. അത് മാത്രമേ ഒരു പ്രാർത്ഥന ഉണ്ടാവാറുള്ളൂ. ഒരു വഴിപാട് കഴിക്കാനോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. അത് ഒന്നും കൊണ്ടല്ല, എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നണില്ല. ആദ്യമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആകെ കൂടി ചെയ്യുന്നൊരു വഴിപാട് വെച്ചാൽ മനസ്സിൻ്റെ ഒരു സമർപ്പണം പോലെ നെയ്വിളക്ക് കത്തിക്കും. പിന്നെ എന്തെങ്കിലും ആ ഭഗവാന് കൈകാര്യം ചെയ്യണവർക്ക് ഒരു സമർപ്പണം പോലെ എന്തെങ്കിലും ദക്ഷിണ സമർപ്പിക്കുന്നല്ലാണ്ട് ഒന്നും ചെയ്യാറില്ല, ഒന്നും പ്രാർത്ഥിക്കാറുമില്ല. കാരണം ഭഗവാനോട് എനിക്കൊന്നും തോന്നാറില്ല. വീട്ടിലായാലും കുട്ടികളുടെ കാര്യം ഒന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. എല്ലാവർക്കും നല്ലത് വരണേ ഗുരുവായൂരപ്പ, എല്ലാവരുടെ ഉള്ളിൽ സന്തോഷമാവണേ ഗുരുവായൂരപ്പൻ, എപ്പോഴും എല്ലാവരുടെ ഉള്ളിൽ സന്തോഷിക്കണേ, എല്ലാവർക്കും നല്ലത് വരണേ. ആ ഭഗവാന്റെ കർമ്മപ്രാരാബ്ധങ്ങളെല്ലാം വിട്ടുപോകാൻ വേണ്ടി നാമം ജപിക്കാൻ തോന്നണേ, എല്ലാവർക്കും നാമം ജപിക്കാൻ തോന്നണേ. കലികാലത്ത് നാമജപമല്ലാണ്ട് ദുഃഖത്തിന് യാതൊരു പ്രതിവിധി ഇല്ല വേറെന്ന് എത്രയോ മഹാത്മാക്കൾ നമ്മളോട് പറഞ്ഞു തന്നേക്കണം. എത്രയോ അനുഭവത്തിലൂടെ ഞാനത് അനുഭവിച്ചേക്കണം. അതുകൊണ്ട് ആ നാമജപത്തിനേക്കാൾ അപ്പുറത്തും ഒരു കർമ്മമില്ല. അപ്പം ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കണേ, നാമം ജപിക്കാൻ സാധിക്കണേ. ഇനിയുള്ള ആ എത്ര സമയമാണോ ഈ ആയുസ്സിൽ ബാക്കിയുള്ളത് അതെല്ലാം ആ ഈശ്വരൻ്റെ നാമം ജപിച്ച് ഈശ്വരനെ സ്മരിച്ചിരിക്കാൻ സാധിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ബാക്കിയുള്ളതൊന്നും പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ആ അമ്മയുടെ പ്രാർത്ഥന എന്തോ വല്ലാണ്ട് എനിക്ക് തോന്നുന്നു. വേറെ ഇപ്പോൾ എനിക്ക് എൻ്റെ രോഗം മാറ്റിത്തരാൻ പറയണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സാധാരണം. പക്ഷെ ഇത് എൻ്റെ മകനെ എനിക്ക് മരിക്കണതിന് മുമ്പ് മനുഷ്യകോലത്തിലൊന്ന് കണ്ടിട്ട് മരിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറയുന്ന ഒരു അമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അത് അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ആ അമ്മ ഉണ്ടാവട്ടെ. ആ ഒരു പ്രാർത്ഥന ഞാനിതവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ബാലഗോപാലൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മ ഉണ്ടാവട്ടെ. നമുക്ക് പരസ്പരം ആ സ്നേഹത്തോടു കൂടിയിട്ട് നിസ്വാർത്ഥമായി നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ മനോമാലിന്യങ്ങൾ നിറയുമ്പോൾ അതിനെയൊക്കെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് നാമം ജപിക്കാനുള്ള ആ ഒരു മനസ്സ് ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമം ജപിക്കാൻ സാധിക്കട്ടെ, എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ഒരിക്കലും ഇതിൽ എവിടെയെങ്കിലൊക്കെ പറഞ്ഞതൊക്കെ ഭഗവാൻ തന്നെയാണ്, ഉണ്ണിക്കണ്ണൻ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത്രയും മനസ്സ് ഒന്നുമില്ലാണ്ട് വന്ന് ഇരിക്കണ ഒരു വേദിയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ പറഞ്ഞത്. ഇന്ന് രാവിലെ വൈശാഖ മാസത്തിലെ സത്സംഗം എന്നും രാവിലെ ഉണ്ടാവാറുണ്ട്, പറ്റുന്ന ദിവസമൊക്കെ ചെയ്യാൻ വെച്ചിട്ട്. ആ സത്സംഗത്തിലിരിക്കുമ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. ഇന്ന് എൻ്റെ മനസ്സിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കുക. നാമം മാത്രമല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാനാണ് എന്തൊക്കെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ആ ഭഗവാനോടൊരു ഇഷ്ടം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഭഗവാന്റെ കാരുണ്യം. അതുപോലെ ആ കാരുണ്യം എപ്പോഴും ഉണ്ടാവട്ടെ. ധാരാളം സത്സംഗങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞ് ഉണ്ടാവട്ടെ, സപ്താഹങ്ങളൊക്കെ ധാരാളം. കാരണം എത്രയെന്ന് വെച്ചാൽ നമുക്ക് അത്ഭുതം തോന്നുന്നത് ഇത്രയും മഹത്തായിട്ട് ഇത്രയും ചൈതന്യം നിറഞ്ഞ് തുളുമ്പുന്ന ആ ഗുരുവായൂരപ്പനെ ഇപ്പോൾ കാണാൻ എത്ര പേരാ അവിടെ ചെന്ന് ക്യൂ നിൽക്കണേ. 8 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് കാണണം. ഇവിടെ സുലഭമായിട്ട് കിട്ടുമ്പോൾ ആ ഭഗവാനെ കാണാൻ ആർക്കും വേണ്ട. ഇവിടെ ഇരുന്ന് സത്സംഗം കേൾക്കാനോ നാമം ജപിക്കാനോ ഒന്നും അങ്ങനെ വരാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. പറയാൻ പറ്റില്ല. കലികാലത്തിലെ എൻ്റെ ഓരോ മാറ്റങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയാണല്ലോ. അപ്പം എല്ലാവർക്കും പേരും പ്രശസ്തിയൊക്കെ ഉള്ളോർത്തല്ലേ വേണ്ടും. ബാക്കിയുള്ളോർത്ത് അത് ഭഗവാൻ ദാ ഇവിടെയും കാണിച്ചു തന്നു നമുക്ക്. ഇന്ന് എന്തുകൊണ്ടോ അതുകൊണ്ടാവും ഭഗവാൻ വില്യമംഗലം സ്വാമിയാരുടെ ഭാവവും ആ കുറൂരമ്മയുടെ ഭാവമൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം അതെല്ലാം അക്ഷരപ്പൂക്കളും ആ ഭഗവാന്റെ പാദത്തിൽ
പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. നാമം ജപിച്ച് പരമമായ പ്രേമം ഹൃദയത്തിൽ നിറയണമെന്ന് രാധാദയ റാണിയോട് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ സത്സംഗം ഇവിടെ സമർപ്പിക്കാം. എല്ലാവരും നാമം ജപിക്കണം. കുറച്ച് നാമം ജപിച്ചിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി, രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ, ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ, തൊഴാം സാവിത്രി ശങ്കരി, ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ, തൊഴാം ലക്ഷ്മി സ്വരൂപിണി, തൊഴാം ദുർഗേ ഭഗവതി, കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി, ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോഗർണികാരം, ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലാം,
രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ എല്ലാവരും ഉറക്കെ ചൊല്ലണേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ സ്ഥിരേണമേ കൃഷ്ണമദീയ ജന്മം. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണോ. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് ആധ്യാത്മിക പ്രഭാഷണം നടത്തിയ ശ്രീമതി സുദർശന എല്ലാവിധ സ്നേഹാദങ്ങളും അർപ്പിക്കുന്നു. ട്രസ്റ്റിൻ്റെയും ഭക്തജനങ്ങളുടെയും സ്നേഹാദം അർപ്പിക്കുന്നതിന് വേണ്ടി ഭരണസമിതി അംഗം ദേവകേച്ചിയെ ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.